ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. കഞ്ചാവ് യഥേഷ്ടം ലഭിച്ചെന്ന് കൊടും ക്രിമിനൽ തന്നെ പറയുന്ന കണ്ണൂരിൽ നിന്നും ഗോവിന്ദച്ചാമി വിയ്യൂരിലെത്തി. 8 മാസം മുന്നേ ആസൂത്രണം ചെയ്ത ജയിൽ ചാട്ടം ഗോവിന്ദച്ചാമി നടപ്പാക്കിയത് വളരെ വിദഗ്ധമായിട്ടാണ്. മാസങ്ങളെടുത്ത മുന്നൊരുക്കം ആരും അറിഞ്ഞില്ല, പറഞ്ഞില്ല. ജയിൽ ചാട്ടത്തിൽ ഒരന്വേഷണം കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ. ജയിലുകളിലെ വൈദ്യുത ഫെൻസിംഗുകൾ പ്രവർത്തനക്ഷമമാക്കും. അത്യാധുനിക CCTV ക്യാമറകൾ സ്ഥാപിക്കും. പുതിയ ജില്ലാ ജയിൽ സ്ഥാപിക്കും. അങ്ങനെ നീളുന്നു പുതിയ തീരുമാനങ്ങൾ. എന്താണ് തിരുത്തൽ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ പ്രതിപക്ഷത്തു നിന്നും KK രമ MLA, ഡോക്ടർ VPP മുസ്തഫ CPM-ൽ നിന്നും, അഡ്വക്കേറ്റ് ഷിബു മീരാൻ ലീഗിൽ നിന്നും, P ശ്യാംരാജ് BJP പ്രതിനിധി, K മുഹമ്മദ് അഷ്റഫ് റിട്ടയർഡ് SI എന്നിവരാണ് ചർച്ചയിൽ ഉള്ളത്. ആദ്യം KK രമയിലേക്ക് പോകുന്നു. KK രമ, ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് ഉന്നതതല യോഗം വിളിച്ച് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഗോവിന്ദച്ചാമി ചാടിപ്പോയ സംഭവത്തിൽ സമഗ്രാന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രത്യേകമായൊരു അന്വേഷണമുണ്ട്. അതിൽ മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് റിട്ടയർഡ് CN രാമേന്ദ്രൻ നായരും സംസ്ഥാന മുൻ പോലീസ് മേധാവി ജേക്കബ് പുന്നൂസും പ്രത്യേക അന്വേഷണം നടത്താനും തീരുമാനമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന തീരുമാനങ്ങൾ അതിൽ തൃപ്തിയുണ്ടോ? നോക്കൂ സ്മൃതി, ഇതൊക്കെ പ്രഹസനങ്ങളാണ്. ഇത് നമ്മൾ ഒരുപാട് കാലമായി കാണുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു വിഷയമല്ല. ജയിലുകളിലുള്ള തടവുകാരുടെ വിഷയങ്ങൾ, അത് തടവുകാർ ജയിലുകൾ നിയന്ത്രിക്കുന്ന സാഹചര്യം, അവിടെ മതിയായ ഉദ്യോഗസ്ഥന്മാരില്ലാത്ത വിഷയം, ആവശ്യത്തിൽ കവിഞ്ഞ് തടവുകാരെ അതിൽ പ്രയോഗിക്കും, അത്രയും ജീവനക്കാരില്ലാത്ത വിഷയങ്ങൾ, ഇതൊക്കെ നിരവധി തവണ നമ്മൾ നിയമസഭയിൽ ഉൾപ്പെടെ ഉന്നയിച്ചതാണ്. ആ ഉന്നയിച്ചതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? ഇപ്പോ ഈ നമ്മുടെ ഗോവിന്ദച്ചാമി സൗമ്യ വധക്കേസിലെ പ്രതിയുണ്ടല്ലോ, നാടകീയമായ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടു. സിനിമയെപ്പോലും വെല്ലുന്ന രൂപത്തിലുള്ള രംഗങ്ങളാണ് നമുക്ക് ഈ തടവ് ചാട്ടവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ സിനിമയൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് എനിക്കൊന്നുമില്ല. മാസങ്ങളായിട്ടുള്ള പ്രിപ്പറേഷനാണെന്ന് പറയുന്നു. ഒറ്റ കൈയുള്ള ഒരാള് ഒരു കമ്പി മുറിച്ച് പുറത്ത് കടക്കുന്നു, എന്നിട്ട് അവിടെ തുണി വരിഞ്ഞു കിട്ടുന്നു, അവിടുന്ന് മതില് ചാടുന്നു, അവിടെ ഫുൾ CCTV-കളുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഈ തടവുകാരെ ദിവസവും പരിശോധിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ടില്ല. ഇവർക്കൊന്നും ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നോക്കൂ സുമതി, നമ്മൾ ഈ വിഷയത്തിൽ കാണേണ്ട ഒരു കാര്യം, കണ്ണൂർ ജയിലിലെ ഒരു വിഷയങ്ങളെ സംബന്ധിച്ച് ഇത് ഇന്നോ ഇന്നലെയോ മിനിയാന്നോ ഒന്നും തുടങ്ങിയതല്ല. പല പ്രാവശ്യം ഈ വിഷയം നമ്മൾ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അധികാരികളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ മുഴുവൻ പ്രതികളെയും താമസിപ്പിച്ചിരിക്കുന്ന ഒരു ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. ഈ ജയിൽ നിയമങ്ങൾ പ്രകാരം തന്നെ ഒരു കേസിലെ എല്ലാ പ്രതികളെയും ഒരു ജയിലിൽ താമസിപ്പിക്കാൻ പറ്റുമോ, അവിടെ പാർപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് ഇവരൊന്ന് പരിശോധിക്കണം. ജയിൽ ഉപദേശക സമിതിയൊക്കെ ഉണ്ടല്ലോ, ഉപദേശക സമിതിയിലെ വലിയ നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, ആ നേതാക്കന്മാർ ഈ കാര്യങ്ങളൊന്ന് പരിശോധിക്കണം. അങ്ങനെയാണോ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ട് ഈ കേസിലെ പ്രതികൾ മുഴുവൻ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ താമസിക്കുന്നു എന്നുള്ള പരിശോധന ആദ്യം നടത്തണം. നമുക്ക് ഓർമ്മയുണ്ട്, കൊടിസുനി വിയൂർ ജയിലിലായിരുന്ന സമയത്ത് അവിടെ നടത്തിയ ഉദ്യോഗസ്ഥന്മാരെ, ജയിൽ ജീവനക്കാരെ വലിയ തോതിൽ മർദ്ദിച്ചു, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് തവനൂർ ജയിലിലേക്ക് മാറ്റി. ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്മൃതി ഉൾപ്പെടെ ചർച്ച ചെയ്തതാണ്. ഏകദേശം 4-5 വർഷമായിട്ടത്, 2-3 വർഷം കഴിഞ്ഞെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഇപ്പൊ സുനി എവിടെയുള്ളതെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇപ്പോൾ ആ സുനി ഉള്ളത് കണ്ണൂർ സെൻട്രൽ ജയിൽ. എങ്ങനെയാണ് വന്നത്? അവിടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ കൊണ്ടുവരേണ്ടതുകൊണ്ട് കോടതിയിൽ ഒരു അപേക്ഷ കൊടുക്കുകയാണ് സുനി, താൽക്കാലികമായി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ മാറ്റണം. പക്ഷെ എന്തുകൊണ്ട് ആ താൽക്കാലികം ഇപ്പോഴും അവിടെ ഉണ്ടാകുന്നു? മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സ്മൃതി, നമ്മൾ അറിയേണ്ട, പൊതുസമൂഹം അറിയേണ്ട ഒരു കാര്യം, കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിരവധി ബ്ലോക്കുകൾ ഉണ്ടാകും. അതിൽ 4-മത്തെയും 2-മത്തെയും ബ്ലോക്ക്, ഈ 4ഉം 2ഉം ബ്ലോക്കിലുള്ള തടവുകാർ ആരൊക്കെയാണ്? ഈ 4ഉം 2ഉം ബ്ലോക്കിലെ നിയന്ത്രിക്കുന്നത് ആരാണ്? അവിടെ നിയന്ത്രിക്കുന്നത് ജയിലിലെ പ്രത്യേകമായിട്ട് മേസ്ത്രി എന്ന് പറയുന്ന ഒരാളുണ്ട്. ഈ മേസ്തിരിക്ക് വാർഡന്റെ അതേ ഉത്തരവാദിത്തങ്ങളാണ്. വാർഡൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ആ ഉത്തരവാദിത്തങ്ങൾ ഈ മേസ്ത്രിമാർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ 2-മത്തെയും 4-മത്തെയും ബ്ലോക്കിലെ മേസ്ത്രിമാർ ആരാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? 4-മത്തെ ബ്ലോക്കിൽ TK രജീഷ്, TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി TK രജീഷ്. 2-മത്തെ ബ്ലോക്കിൽ അണ്ണൻ സിജിത്ത്.
ഇതല്ലെങ്കിൽ ഇത് വസ്തുതയല്ലെങ്കിൽ പറയാം, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന CPM-ന്റെ പ്രതിനിധിക്കോ ഗവൺമെന്റിന്റെ പ്രതിനിധിക്കോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിഷേധിക്കാം. ഞാൻ ആരോപണം ഉന്നയിക്കുന്നു, ഈ 4-2 ബ്ലോക്ക് നിയന്ത്രിക്കുന്നത് TP കേസിലെ പ്രതികളാണ്. എങ്ങനെയാണ് ഇവർ വരുന്നത്? ഈ മേസ്ത്രിമാരുടെ ഡ്യൂട്ടി എന്താണെന്ന് അറിയോ? ആ ബ്ലോക്കിലേക്ക് ആരെങ്കിലും പ്രവേശിക്കണമെങ്കിൽ, ആ ബ്ലോക്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നടത്തണമെങ്കിൽ സൂപ്രണ്ടിന് എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ട ആളുകളാണ് ഈ മേസ്ത്രിമാർ. ആ മേസ്ത്രിമാർ എന്ന് പറയുന്നത് ഈ കേസിലെ കൊടും ക്രിമിനലുകളായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട, ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതികളാണ് ഈ ജയിൽ ഭരിക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിൽ ഭരിക്കുന്നത് TP കേസിലെ പ്രതികളാണ് എന്ന് ഞങ്ങൾ ഇന്ന് ആരോപിക്കുന്നതല്ല. എത്ര പ്രാവശ്യം ഈ ആരോപണം ഉന്നയിച്ചു? നിയമസഭയിൽ ഉൾപ്പെടെ ഈ വിഷയം പറഞ്ഞില്ലേ? ഒരു പരിശോധന നടത്താൻ തയ്യാറായോ? ഈ ജയിലിൽ ഈ പ്രതികൾ ഉപയോഗിക്കുന്ന ഫോണുകൾ, ജയിലിൽ ഫോൺ ഉപയോഗിക്കാൻ പാടുണ്ടോ? സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ പാടുണ്ടോ? ഈ കേസിലെ പ്രതികളുടെ കയ്യിലെല്ലാം ഇപ്പോഴും ഫോണുണ്ട്. എല്ലാവരും ഇപ്പോഴും സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പല സമയങ്ങളിൽ അവിടുന്ന് ചില സെൽഫികളും ചില വീഡിയോകളൊക്കെ ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതറിയുന്നുണ്ടോ ജയിൽ അധികാരികൾ? ഇതറിയുന്നുണ്ടോ ജയിൽ ഉപദേശക സമിതി അംഗങ്ങൾ? എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? അപ്പൊ ഇത് ആരാണ് ഈ ക്രിമിനലുകളെ ഈ തരത്തിൽ അഴിച്ചുവിടുന്നത്? എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണോ? എങ്ങനെയാണ് ഈ നിയന്ത്രണങ്ങൾ ഇവരുടെ കയ്യിലേക്ക് വരുന്നത് എന്നുള്ള വിഷയം. ഈ കൊടിസുനി ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പൊ വീണ്ടും അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു. അവിടെ ഒരു കണ്ണൂർ സെൻട്രൽ ജയിൽ പരിശോധിച്ചാൽ നമ്മൾ ആ ജയിലിൽ പോയിട്ടില്ല, പക്ഷേ പുറത്തു വരുന്ന ചില വിവരങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. നമുക്കൊന്നും ആലോചിക്കാൻ പോലും കഴിയാത്ത ചില വിവരങ്ങൾ ജയിലിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അവിടെ ഒരു പശുത്തൊഴുത്തുണ്ട് എന്ന് പറയുന്നു. ആ പശുത്തൊഴുത്തിലേക്ക് രാവിലെ 6 മണിക്ക് പുറത്തുനിന്ന് ഈ സാധനങ്ങൾ, ചില രാസലഹരികൾ ഉൾപ്പെടെ മദ്യം ഉൾപ്പെടെ പല സാധനങ്ങൾ ജയിലിലേക്ക് എറിഞ്ഞുകൊടുക്കും. അതിന്റെ കാരിയർമാർ പുറത്തുണ്ട്. ഇവിടുന്ന് ജയിലിൽ നിന്ന് വിൽപ്പന നടത്തുന്നു. രാസലഹരിയുടെ ഉൾപ്പെടെ വിൽപ്പന ഈ ജയിലിൽ നിന്ന് നടത്തുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. പരിശോധിക്കട്ടെ ഇവർ. ആ രാസലഹരി, ഈ പശുത്തൊഴുത്തിൽ ഇവർക്കറിയാം ഈ കേസിലെ പ്രതികൾ. കാരണം ഒരു ജയിലിൽ തന്നെ ഈ കേസിൽ എന്താ പറയുക, ഒരു സെല്ലിൽ ഈ കേസിലെ പ്രതികൾ ഒന്നിച്ച് കിടക്കുകയാണ്. അതിന് അനുവാദമുണ്ടോ? അങ്ങനെ നിയമം പറയുന്നുണ്ടോ? ഇതൊന്ന് പരിശോധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഒരു കേസിലെ പ്രതികൾ മുഴുവൻ ഒരു സെല്ലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? ഇങ്ങനെ പുറത്തുനിന്ന് സാധനങ്ങൾ വരുന്നത് CCTV എവിടെയാണ് വെച്ചിരിക്കുന്നത് ഇവർക്ക് കൃത്യമായിട്ടറിയാം. അപ്പൊ CCTV ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഈ സാധനങ്ങൾ വരുന്നു. ജയിലിൽ നിന്ന് കച്ചവടം നടത്തുന്നു. ജയിലിൽ ഫോൺ ഉപയോഗിക്കുന്നു. ഇതൊക്കെ പഠിക്കാൻ അവിടുത്തെ സൂപ്രണ്ട് നിശബ്ദനാണ്. സൂപ്രണ്ട് എന്താ പറയാത്തത്? ജയിൽ വാർഡൻ നിശബ്ദനാണ്. അതൊക്കെ ഇവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുകയും ഇവർക്കെല്ലാം ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പൊ ഗോവിന്ദചാമിക്ക് ജയിൽ ചാടാൻ അയാൾ ഒറ്റയ്ക്ക് നടക്കുക തോന്നുന്നുണ്ടോ? ഒറ്റയ്ക്ക് ആ ഗോവിന്ദചാമിക്ക് ആ ജയിൽ ചാടി പുറത്തു വിടാൻ കഴിക്കുന്നു? ഗോവിന്ദചാമിയെ ജയിൽ ചാടിയതുകൊണ്ട്, ഗോവിന്ദചാമിയെ ജയിൽ ചാടാൻ സഹായിച്ചതുകൊണ്ട് എന്ത് ഗുണം ലഭിക്കുന്നു എന്നൊരു ചോദ്യമുണ്ടല്ലോ KK രമ. മറ്റേത് പിന്നെ രാഷ്ട്രീയ കേസിൽപ്പെട്ട തടവുകാരാണ്. അതിൽ എന്തെങ്കിലും മറ്റു രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് എന്ന് വിചാരിക്കാം. ഗോവിന്ദചാമി എന്ന കൊടും ക്രിമിനലിനെ സഹായം ചെയ്തിട്ട് എന്ത് നേട്ടം? ഈ ഗോവിന്ദചാമിയെ ചിലപ്പോൾ ഈ കേസിലെ പ്രതികൾ പുറത്തുവിട്ടതല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? മറ്റെന്തെങ്കിലും പുറത്ത് സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടി ഈ ഗോവിന്ദചാമിയെ ഉപയോഗിക്കാൻ വേണ്ടി എന്തെങ്കിലും തീരുമാനം നടന്നോ എന്ന് നമുക്കറിയാമോ? ഞാൻ സംശയിക്കുന്നു. ഗോവിന്ദചാമി പുറത്തു വന്നാൽ തീർച്ചയായിട്ടും ഈ ചോദ്യം വരും പൊതുസമൂഹത്തിൽ. ഈ പുറത്തുവിട്ട് ഈ ജയിൽ അധികാരികൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ സംവിധാനം ചെയ്തു കൊടുത്തിട്ട് ആർക്കെന്തു നേട്ടം എന്ന ചോദ്യം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റെന്തെങ്കിലും പുറത്ത് സൗകര്യങ്ങൾ ചെയ്യാൻ ഈ കേസിലെ പ്രതികൾ ഉൾപ്പെടെ നടത്തിയ ആലോചനയുടെ ഭാഗമായിട്ടല്ല എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? അല്ലാതെ എങ്ങനെയാണ് ഈ ഒരു ഒറ്റക്കയ്യനായ ഒരാൾക്ക് ഇതിന് സൗകര്യം ഈ ജയിലുണ്ടാവുക? സാമാന്യ ബുദ്ധിയുള്ള ആർക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് എങ്ങനെയാ 8 മാസമായിട്ട് ഇയാൾ ഇതിന്റെ ശ്രമങ്ങൾ നടത്തുന്നു പറയുന്നു. അപ്പൊ പരിശോധനയുണ്ടോ? ഇയാൾ ഒരു സെല്ലിൽ ഒറ്റയ്ക്കാണ് എന്നാണ് പറയുന്നത്. ഒറ്റയ്ക്കുള്ള ഒരു സെല്ലിലുള്ള ഒരാൾക്ക് ഈ കമ്പി ഇങ്ങനെ വളയ്ക്കാൻ, അവിടെ പിന്നീട് തുണി ചുറ്റാൻ അപ്പൊ ആരാ പരിശോധന നടത്തുന്നത്? നമ്മൾ നോക്കൂ, ഈ നേരത്തെ തിരുവഞ്ചൂർ സാർ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്ന സമയത്ത് നടത്തിയ ഒരു റെയ്ഡ് അല്ലാതെ ഏതെങ്കിലും ഒരു റെയ്ഡ് ഈ അടുത്ത കാലത്ത് സമീപകാലത്ത് ഈ ജയിലിൽ നടത്തിയിട്ടുണ്ടോ?
ഇവരെ പേടിയല്ലേ ജയിൽ ഉദ്യോഗസ്ഥന്മാർക്ക്? ഈ ക്രിമിനലുകൾ ഇപ്പം ഞാൻ വിചാരിക്കുന്നു ഈ കൊടിസുനി ഉൾപ്പെടെയുള്ള ആളുകൾ TP കേസിലെ പ്രതികളൊന്നും ജയിലിനകത്താണ് താമസിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പല സമയത്തും അവർ പുറത്തു വന്നിട്ടുണ്ടാവും. ഞങ്ങളൊക്കെ പല സ്ഥലങ്ങളും പല സമയത്തും ഇവർ പുറത്തു വന്നത് നമുക്കിങ്ങനെ ഫേസ്ബുക്കിലും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എത്ര പരോള കൊടുക്കുക, വഴിവിട്ട പരോൾ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തല്ലേ, അതിന്റെ ഡീറ്റെയിൽസ് പുറത്തു വന്നതല്ലേ. നിയമസഭയിൽ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എല്ലാം നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് എന്ന് പറയാ. എന്നാൽ എന്ന് പറഞ്ഞാൽ റെക്കോർഡ് പ്രകാരം ഇതൊക്കെ ആയിരിക്കും, റെക്കോർഡ് പ്രകാരം ഇതൊക്കെ ഉണ്ടാവും. അവിടെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഒരേ രൂപ വയ്ക്കുമ്പോൾ ആ റെക്കോർഡ് ഉണ്ടാക്കാനാണോ പ്രയാസം? അതിനപ്പുറത്തേക്ക് എന്ത് പരിശോധന നടത്തുന്നുണ്ട്? എങ്ങനെയാണ് ഈ കാര്യം? ഞാൻ ഈ പറഞ്ഞ വസ്തുതകൾ, ഈ കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് പരിശോധിക്കട്ടെ. ഞാൻ വെല്ലുവിളിക്കുകയാണ് ഈ ആളുകളെ. എങ്ങനെയാണ് ഇതൊക്കെ ഈ ജയിലിനകത്ത് നടക്കുന്നത്? ഇത് പരിശോധിക്കുക. ഞാൻ ഉന്നയിക്കുന്ന ആരോപണം, ആധികാരികമായി ഉന്നയിക്കുന്ന ശരി, KK രമ, VPP മുസ്തഫ എത്തിയ ശേഷം അദ്ദേഹം അല്പം വൈകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. KK രമ ഉന്നയിച്ച ഗുരുതരമായ ആരോപണത്തിന് VPP മുസ്തഫ മറുപടി പറയുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ രാഷ്ട്രീയമായ പ്രതികരണങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് മുഹമ്മദ് അഷ്റഫിലേക്ക് പോകുന്നു. റിട്ടയർ SI ആണ്. ശ്രീ മുഹമ്മദ് അഷ്റഫ്, താങ്കളാണല്ലോ ഗോവിന്ദച്ചാമി ആദ്യം പിടികൂടുന്നത്. ആ ഘട്ടത്തിൽ അയാളിൽ നിന്ന് ഭീഷണി, ഇന്നലെ ഇപ്പോൾ കിണറ്റിൽ നിന്നും പിടിച്ച് പുറത്തെത്തിച്ച നാട്ടുകാരനും അയാളുടെ ഭാഗത്ത് ഭീഷണി ഉണ്ടായിരുന്നു. കുത്തിക്കൊല്ലുമെന്നാണ് പറയുന്നത്. അത്രയും അപകടകാരിയായ ഒരു പ്രതി. അയാൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അയാളെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ ആക്കിയിരിക്കുന്നു. അവിടെയും ഒരു സഹതടവുകാരനുണ്ട് എന്നാണ് അറിയുന്നത്. പക്ഷേ കൺവെട്ടത്ത് തന്നെയാണ്, ഉദ്യോഗസ്ഥരുടെ കൺവെട്ടത്ത് തന്നെയാണ് അയാളെ പാർപ്പിച്ചിരിക്കുന്നതെന്നാണ് വിവരം. ഇപ്പോൾ കണ്ണൂരിൽ നിന്നും വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് പോകുമ്പോൾ കൂടുതൽ കർശനമാകുന്നു നിരീക്ഷണം എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഈ ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനലിനെ കുറിച്ച് അങ്ങയുടെ അനുഭവം എന്താണ്? നമസ്കാരം. ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനലിനെ കുറിച്ച് ഇന്നലെ ഞാൻ പല മാധ്യമങ്ങളിലും പറഞ്ഞു തന്നെ എനിക്കൊന്നും പറയാനുള്ളൂ. ഗോവിന്ദച്ചാമിയെ 4-ാം തീയതി 4/1/2011 തീയതി അവനെ 4-ാം പുലർച്ചെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഗോവിന്ദച്ചാമിയെ ഞങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഉന്മേഷിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ കൊണ്ട് പൊട്ടൻസി പരിശോധന നടത്തിയിട്ടുണ്ട്. പൊട്ടൻസി പരിശോധന, ലൈംഗികക്ഷമത അവൻ്റെ പരിശോധിക്കുന്നതിനും ശാരീരികക്ഷമത പരിശോധിക്കുന്നതിനൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു ടീം ഓഫ് ഡോക്ടർമാരാണ് അവർ പരിശോധന നടത്തിയത്. ഇവൻ്റെ ആരോഗ്യസ്ഥിതി, ഇവൻ്റെ ശാരീരിക ക്ഷമതയൊക്കെ പരിശോധിക്കുന്നതിന്, പൊട്ടൻസി പരിശോധിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ്, ഡോക്ടർ ഉന്മേഷിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം ഓഫ് ഡോക്ടർമാരാണ് പരിശോധിച്ചത്. ഉന്മേഷ് സാറ് അത് വ്യക്തമായി റിപ്പോർട്ട് തരികയും അത് കോടതിയിൽ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ് സാറ് പറയുന്നുണ്ട് ഇവന് പൂർണ്ണ ആരോഗ്യമാണ്. 2 കൈയുമുള്ള ആരോഗ്യ ദൃഢഗാത്രനായ ഒരാളെക്കാളും കൂടുതൽ ആരോഗ്യവാനാണെന്നും ഈ കുട്ടിയല്ല ഇതുപോലെ ഇതിലും കൂടുതൽ വെയിറ്റുള്ള ആളെ ഒറ്റയ്ക്ക് എടുക്കുന്നതിനും അവൻ്റെ കയ്യിന് പ്രാപ്തിയുണ്ടെന്നും ലൈംഗിക ശേഷി അധികമായിട്ടുള്ള ഒരാളാണെന്നും ഒരു ലൈംഗിക വൈകൃതത്തിന് ഉടമയായിട്ടുള്ള ആളാണെന്നൊക്കെ വളരെ വ്യക്തമായി ഡോക്ടർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ആ സർട്ടിഫൈ ചെയ്ത പ്രകാരം ഡോക്ടർ അപ്രകാരം ഡെപ്പോസിഷൻ കോടതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. ആ ഡോക്ടറോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഈ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്, ഞാൻ ഈ കുറ്റകൃത്യം ചെയ്തതാണ് എന്ന് ഒരു കൺഫെഷൻ ഡോക്ടറോട് ഗോവിന്ദസ്വാമി പറഞ്ഞിട്ടുണ്ട്. ഈ ഗോവിന്ദസ്വാമി പറയുമ്പോൾ പോലീസിൻ്റെ പ്രസൻസ് ഡോക്ടറുടെ റൂമിലുണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാവരും പുറത്തായിരുന്നു. ഞാനടക്കമുള്ള പോലീസുകാർ പുറത്ത് നിർത്തി പോലീസിൻ്റെ ആബ്സെൻസിലാണ് ഡോക്ടർ ഗോവിന്ദസ്വാമിയെ പരിശോധിച്ചത്. ആ ടീം ഓഫ് ഡോക്ടർമാരോട് ഗോവിന്ദസ്വാമി ഒരു കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഞാൻ ഈ കുറ്റകൃത്യം ചെയ്തതാണ്, മാത്രമല്ല എനിക്കിങ്ങനെ ആഴ്ചയിൽ 1-2 പ്രാവശ്യം അങ്ങനെ സ്ത്രീകളുമായോ പുരുഷന്മാരുമായിട്ടോ ബന്ധപ്പെടണം, മദ്യം കഴിക്കണം, മയക്കുമരുന്ന് കഴിക്കണം, നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു നീണ്ട ഒരു കുറ്റസമ്മതം ഈ ഡോക്ടറോട് പോലീസിൻ്റെ അസാന്നിധ്യത്തിൽ ഈ ഗോവിന്ദസ്വാമി നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ആ കുറ്റസമ്മത മൊഴി ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനായിട്ട് എടുക്കുകയും അത് തെളിവായി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സുപ്രീം കോടതി ആ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ, ആ തെളിവ് റദ്ദ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനുണ്ടായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിൻ്റെ അസാന്നിധ്യത്തിൽ പറഞ്ഞ ഒരു കുറ്റസമ്മത മൊഴിയാണെങ്കിലും പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതി ആയതിനാൽ ആ കുറ്റസമ്മത മൊഴി തെളിവായി സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കുറ്റസമ്മത മൊഴിയിൽ ഗോവിന്ദസ്വാമി ആരാണെന്നും എന്താണെന്നും ഗോവിന്ദസ്വാമി തന്നെ ഡോക്ടർമാരോട് പറഞ്ഞതിന് പുറമെ ഡോക്ടർമാർ ശാസ്ത്രീയമായ പരിശോധനയിൽ അവൻ്റെ ക്ഷമത, അവൻ്റെ ലൈംഗിക ക്ഷമത, ആരോഗ്യസ്ഥിതി അവൻ്റെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
അത് പ്രകാരം ഇത്തരത്തിലൊരു കുറ്റകൃത്യം എന്നല്ല, ഇതിലും കൂടുതൽ വളരെ മൃഗീയമായ, ഇതാണ് ഏറ്റവും മൃഗീയമായ ലോകം കണ്ടതിൽ വെച്ച അല്ലെങ്കിൽ ഇന്ത്യ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും മൃഗീയമായിട്ടുള്ള ഒരു കൊലപാതകമാണിത്. ഒരു റേപ്പ് മർഡറാണ്. കാരണം അത്രയും അവശത നിലയിൽ 24 പല്ലുകൾ നഷ്ടപ്പെട്ട് മുഖത്ത് വളരെ വലിയ രീതിയിലുള്ള മുറിവുകളുണ്ടായി. എന്നിട്ട് മറ്റേ മൃതപ്പയായി കിടന്നിരുന്ന ആ കുട്ടിയെ കിടന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഈ ഒറ്റക്കയ്യനായ ആളുകൾ എടുത്ത് തോളിൽ വെച്ച് കൊണ്ടുപോയി 50 മീറ്റർ അപ്പുറത്ത് പോയി വിജനമായ മറ്റൊരു ട്രാക്കിൻ്റെ അവിടെ കൊണ്ടുപോയി മെറ്റലിലിട്ട് കടത്തി വളരെ മൃഗീയമായി റേപ്പ് ചെയ്തിട്ടുള്ള ഒരു മൃഗമാണ് ഈ ഗോവിന്ദസ്വാമി. തുടർന്നും അവൻ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം അവനെ ഞങ്ങൾക്കറിയാം, വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. അവൻ അറസ്റ്റ് ചെയ്തത് മുതൽ പിന്നീട് കസ്റ്റഡിയിൽ മേടിച്ചിട്ടുള്ള അന്വേഷണത്തിൽ തുടർന്ന് ഇങ്ങോട്ട് ട്രയൽ സമയത്ത് 4 മാസത്തോളം തുടർച്ചയായിട്ട് ഈ കോടതിയിൽ എൻ്റെ ട്രയലുമായി ബന്ധപ്പെട്ട് ഞാൻ ഉണ്ടായിരുന്നതാണ്. അന്ന് മുതൽ എനിക്കറിയാം ഇതിൻ്റെ പരിക്ക് പറ്റിയ പെൺകുട്ടിയെ ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റിലിരിക്കുക. അന്നത്തെ ദിവസം ഞങ്ങളുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർ അതിൻ്റെ വജൈനൽ സ്വാബ്, വജൈനൽ സ്മീർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശാസ്ത്രീയ പരിശോധനയ്ക്കായിട്ട് ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. തുടർന്ന് ഒരു ടീം ഓഫ് ഡോക്ടർമാർ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ടീം ഓഫ് ഡോക്ടർമാർ ഒരു കമ്പൈൻ മെഡിക്കൽ പരിശോധനയും കൂടി നടത്തിയിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർമാരും കൂടിയുണ്ട്. അപ്പോൾ ആദ്യം നടത്തിയ പ്രിസർവ് ചെയ്ത അല്ലെങ്കിൽ ആദ്യം ശേഖരിച്ചിട്ടുള്ള വസ്തുക്കളും കമ്പൈൻ മെഡിക്കൽ പരിശോധനയിൽ ശേഖരിച്ചിട്ടുള്ള വസ്തുക്കളും പിന്നീട് പോസ്റ്റ്മോർട്ടം സമയത്ത് ശേഖരിച്ചിട്ടുള്ള വജൈനൽ സ്വാബ്, സ്മീർ തുടങ്ങിയ വസ്തുക്കളും പരിശോധനയ്ക്ക് അയച്ചിരുന്നു. തിരുവനന്തപുരം ഫോറൻസിക് സയൻസ് ലാബറട്ടറിയിൽ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. DNA പരിശോധനയ്ക്ക് അവിടെ പരിശോധന നടത്തിയ ബഹുമാനപ്പെട്ട ഡോക്ടർ ശ്രീകുമാർ സാറ്, DNA ഫോറൻസിക് സയൻസിൻ്റെ HOD പരിശോധന നടത്തിയ DNA പരിശോധന നടത്തിയ ശ്രീകുമാർ സാർ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്ര ക്വാണ്ടിറ്റി എനിക്ക് പരിശോധനയ്ക്ക് കിട്ടിയിട്ടില്ല എന്ന്. ഞാൻ ആ ഭാഗം എന്താണെന്നുള്ളത് എനിക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. കിട്ടിയത് എന്താണെന്നുള്ളത് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ അവൻ്റെ ആ ബ്രൂട്ടാലിറ്റി, അവൻ ചെയ്ത കൃത്യത്തിൻ്റെ അല്ലെങ്കിൽ ക്രൂരകൃത്യത്തിൻ്റെ അവൻ്റെ ആ ഗ്രാവിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതാണ് ഗോവിന്ദസ്വാമി. ഈ ചാടൽ മാത്രമല്ല, ഇതിലപ്പുറം എടുത്തു ചാടാൻ പ്രാപ്തിയുള്ളവനാണ്, കഴിവുള്ളവനാണെന്ന് നേരിട്ട് അറിയാവുന്ന ഒരാളാണ്. കൊടും ക്രിമിനലാണ് എന്ന് അറിയാത്തവരല്ല ഈ ജയിൽ ജീവനക്കാർ. എന്നിട്ട് എങ്ങനെയാണ് ഈ വലിയ വീഴ്ച സംഭവിക്കുന്നത്? അയാൾ അവിടെ കിടന്നോളും, അയാൾ അവിടെ നടന്നോളും, ഒരു കുഴപ്പവും ഉണ്ടാക്കില്ല എന്നെങ്ങനെയാണ് കരുതുക? മാത്രമല്ല പലതവണ ജയിലിൽ ഇയാൾ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ഭക്ഷണത്തിന്റെ പേരിൽ മാത്രമല്ല, അവിടെ അടിയുണ്ടാക്കിയിട്ടുണ്ട്, ജീവനക്കാരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ ഇതിനിടയ്ക്ക് നടന്നിട്ടുണ്ട്. പലതവണ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. ആ കേസിൽ അവനെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് 10 മാസത്തോളം PDPP ആക്ട് കേസ് പ്രകാരം. പക്ഷേ ആ ഭാഗത്ത് അവിടുത്തെ ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനാരെങ്കിലും ഇവനെ എസ്കേപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇവന് ഏതെങ്കിലും വിധത്തിലുള്ള അവിടുത്തെ സ്റ്റാഫിൻ്റെയോ മറ്റുള്ള സ്റ്റാഫിൻ്റെയോ സഹായങ്ങൾ കിട്ടിയിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇവനെപ്പോലുള്ള ഒരു നൊട്ടോറിയൽ ക്രിമിനലിന് ഒരു വിധത്തിലുള്ള സർക്കാർ ജീവനക്കാരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടുത്തെ സ്റ്റാഫുകളോ സഹായിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഈ കുറ്റകൃത്യം ചെയ്തത് അവൻ്റെ സ്വയം ഇഷ്ടപ്രകാരം അവൻ സ്വന്തം ചെയ്തിരിക്കാനാണ് സാധ്യത. കാരണം അങ്ങനെ ഒരു സ്വഭാവക്കാരനാണ്. കാരണം ഇവന് പുറത്തു പോയിട്ട് ഇവൻ്റെ അച്ഛനില്ല, അമ്മയില്ല, ജ്യേഷ്ഠനില്ല, ഒരു അനുജനുള്ളത് ജയിലിലായിരുന്നു ആ കാലഘട്ടത്തിൽ. പിന്നെ മറ്റ് ബന്ധുക്കളൊന്നുമില്ല, മറ്റ് ഫ്രണ്ട്ഷിപ്പൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഒരു കോക്കസോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു മാഫിയകളൊന്നും ബന്ധമുള്ള ആളൊന്നുമല്ല. ഇവന് ഒറ്റയ്ക്ക് നടന്നിട്ട് സ്വന്തമായിട്ട് ഇതുപോലെ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജീവിച്ചു വരുന്ന ഒരാളാണ്. ആർഭാട ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കഴിക്കണം, സ്ത്രീകളെ ഉപയോഗിക്കണം, പുരുഷന്മാരെ ഉപയോഗിക്കണം, മയക്കുമരുന്ന് ഉപയോഗിക്കണം, മദ്യം ഉപയോഗിക്കണം. ഇതിനു വേണ്ടി മാത്രമാണ് അവൻ എസ്കേപ്പ് ആവുന്നത്. അല്ലാണ്ട് അവനൊരു കുടുംബജീവിതം നയിക്കാനോ കുടുംബത്തിൻ്റെ കൂടെ ജീവിക്കാനോ ഫ്രണ്ട്സിനെ കൂടെ അടിച്ചു പൊളിച്ച് ജീവിക്കാനോ മറ്റൊന്നിനുമല്ല. അത് അവൻ തന്നെ കൺഫസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സഹായം ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുള്ളത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അവർ ഒരു ശ്രദ്ധക്കുറവുണ്ടായിട്ടുണ്ട്, ഒരു ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇത്തരമുള്ള ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടുള്ള ആളെ ഒരു റൊട്ടീനായിട്ട് ഇങ്ങനെ പറയുന്ന പ്രകാരം പരിശോധിക്കേണ്ടതായിരുന്നു. അതിലൊരു ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട്. അതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ KK രമ പറഞ്ഞതിൽ മനസ്സിലാക്കുന്നത് ആ ജയിലിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, ചില ബ്ലോക്കുകൾ ആരാണ് മേസ്തിരിമാരായി അവിടെ പ്രവർത്തിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ KK രമ അത് ആധികാരികമായത് അതൊരു വാദമായി തന്നെ ഉന്നയിക്കുകയാണ്. വേണമെങ്കിൽ തെളിയിക്കാമെന്ന രൂപത്തിൽ തന്നെ ഉറപ്പിച്ചു പറയുകയാണ്.
ഈ ജയിലും സാധാരണക്കാരായ ആളുകൾക്ക് ഒരു അറിവില്ലായ്മ ഉണ്ടെന്ന് എനിക്കൊരു തോന്നലുണ്ട്. കാരണം ജയിലും പോലീസുമായിട്ട് പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലേ കിടക്കാൻ അനുവാദമല്ല. ജയിലിനകത്തുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ജയിൽ വാർഡന്മാരും അതുമായി ബന്ധപ്പെട്ട ജീവനക്കാരുമാണ്. പോലീസിന് അതിനകത്തോ അതിന്റെ പരിസരങ്ങളിലോ എത്തിപ്പെടാനുള്ള യാതൊരു കാര്യമില്ല. താങ്കൾക്ക് ജയിലുമായി ബന്ധമുണ്ട് എന്ന നിലയ്ക്കല്ല താങ്കൾ ഈ പറഞ്ഞ ഇപ്പോൾ ഉദ്യോഗസ്ഥർ അവിടുത്തെ ജീവനക്കാർ കാണാതെ പോയി എന്ന രൂപത്തിൽ സഹായിച്ചതാകില്ല എന്ന് പറയുമ്പോൾ മറ്റു ചില ഭാഗത്ത് നടക്കുന്ന സഹായത്തെക്കുറിച്ചുള്ള ആരോപണമാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ജയിലുകൾ പ്രവർത്തിക്കുന്നത് എന്നതിന് തെളിവായി വരികയാണ്. ഇനിയിപ്പോൾ ഇതിപ്പോൾ ശരിയല്ല എന്ന് പറഞ്ഞാലും ജയിലിനകത്ത് ഈ TP കേസ് പ്രതികൾ ഫോൺ ഉപയോഗിച്ചതിൻ്റെയും ഫേസ്ബുക്ക് ഉപയോഗിച്ചതിൻ്റെയും തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അന്ന് ജയിൽ മേധാവിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി, ഓർക്കുന്നുണ്ടല്ലോ. ഓർക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് ഒരു മറുപടി പറയാൻ ഞാൻ ആളല്ല. കാരണം അത്തരത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള അത്രയും എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങളെപ്പോലെ പത്രത്തിലൂടെയുള്ള അറിവുകൾ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ആ അറിവുകളിൽ എന്തെങ്കിലും നടപടികൾ അത്തരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ അതിൻ്റെ ബന്ധപ്പെട്ട ഏജൻസികൾ നടപടി സ്വീകരിക്കണം എന്നുകൂടിയാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. കാരണം ഞങ്ങളൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ട് അവിടെ കൊടുക്കുന്ന, അപ്പം ഞാൻ എന്നെ പിടിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമീറുൽ ഇസ്ലാം അറിയാമോ നിങ്ങൾക്ക്? മറ്റേ പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയിട്ടുള്ള അമീറുൽ ഇസ്ലാം എന്ന കുട്ടിയെ ആ പ്രതിയെ ഞാനാണ് പിടിച്ചത്. ഞാൻ അടങ്ങുന്ന എൻ്റെ ടീമാണ്, അതിൽ മുഖ്യ പങ്ക് വഹിച്ച ആളാണ് ഞാൻ. ആ ടീമാണ് പിടിച്ചത്. അതുപോലുള്ള നിരവധി ആളുകൾ ഇത് മറ്റേ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനും മറ്റു പണിഷ്മെൻറ്റിനും ജീവപര്യന്തമായിട്ട് ഞാൻ പിടിച്ചിട്ടുള്ള നിരവധി ആളുകൾ ജയിലിൽ കിടക്കുന്നുണ്ട്. അവരുടെയൊക്കെ കാര്യങ്ങൾ ഇതുപോലെയാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ ജീവിതം പേടിയൊന്നുമില്ല, എന്നാലും ഞങ്ങളുടെയൊക്കെ ജീവിതം വലിയ പ്രശ്നത്തിലാണ്. ഞങ്ങളൊക്കെ റിട്ടയർഡ് ആയിട്ട് ഇരിക്കുന്ന ആളുകളാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ബന്ധപ്പെട്ട ഏജൻസികളുടെ ഭാഗത്തുനിന്ന് അതിനൊരു നിരീക്ഷണം ഉണ്ടാവും, കൂടുതൽ ശക്തമായ നടപടികൾ ഉണ്ടാവണം, പരിശോധനകൾ ഉണ്ടാകണം, റൊട്ടീനായിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകണം. ഈ ക്രിമിനൽസിനെയൊക്കെ അതിൻ്റേതായ ഗൗരവത്തിൽ കണ്ട് ബന്ദോബസ്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടികൾ ഉണ്ടാവണം. ശരി. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, VPP മുസ്തഫ വരുന്നു, അദ്ദേഹം ഇപ്പോൾ ഇരിക്കും. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഇപ്പോൾ KK രമ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളുണ്ടല്ലോ, ഇത് നമ്മുടെ മുന്നിൽ നേരത്തെ തന്നെയുള്ള വിഷയങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഈ മേസ്തിരികളായി പ്രവർത്തിക്കുന്നു ഇവർ എന്നുള്ള വിവരങ്ങളടക്കം പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഗോവിന്ദചാമിയുടെ കാര്യത്തിൽ ഒരു ഉദാസീനത സംഭവിച്ചു ജീവനക്കാർക്ക് എന്ന നിലയ്ക്കാണല്ലോ വിലയിരുത്തുന്നത്. 4 ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ നടപടി ഉണ്ടാവുകയും ചെയ്തു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നെടുത്ത തീരുമാനമെന്നുള്ളത് ഇനിയും കാര്യങ്ങൾ പരിശോധിക്കാനുള്ള ഒരു അന്വേഷണ സംഘത്തെ നിയമിക്കുന്നു. നിലവിലുള്ള അന്വേഷണം തുടരുകയും ചെയ്യും. പക്ഷേ ഈ 4 ഉദ്യോഗസ്ഥരെ 4 ജീവനക്കാർക്കെതിരെ നടപടി എന്നതിലപ്പുറം വലിയ നടപടി വേണ്ട ഒരു വിഷയമായിട്ടും അതിലപ്പുറത്തേക്ക് കടന്നിട്ടില്ല. അത് ഇനി വരും ദിവസങ്ങളിൽ കടന്നേക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അതോ ഈ തരത്തിൽ നേരത്തെ ഈ TP കേസ് പ്രതികൾ വാട്സപ്പ് ഫേസ്ബുക്ക് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് ജയിൽ മേധാവി തന്നെ മാറ്റിയിരുന്നു, ഇവിടെ അങ്ങനെ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല? സ്മൃതി, തീർച്ചയായും ഈ വിഷയത്തെ കേരളത്തിലെ ഗവൺമെൻറ് വളരെ ലൈറ്റായിട്ടാണ് കൈകാര്യം ചെയ്തത്. ഇപ്പോൾ ഇന്നലെ രക്ഷപ്പെട്ട് പിന്നീട് അധികം വൈകാതെ നമ്മൾ പിടികൂടിയ ഈ പ്രതി, ആ പ്രതി അറസ്റ്റ് ചെയ്ത പോലീസ് ഓഫീസർ തന്നെ ഇവിടെ കാര്യങ്ങൾ വിശദീകരിച്ചു. നമ്മൾ സൗമ്യയെ മറന്നിട്ടില്ല. ആ ട്രെയിനിൽ നിന്ന് ഇദ്ദേഹം തന്നെ തള്ളിയിട്ട് താഴെ വീണ് മരണത്തെ മുഖാമുഖം കണ്ട് പ്രാണന് വേണ്ടി പിടക്കുന്ന ഒരു പെൺകുട്ടിയോടാണ് മനുഷ്യരാരും ചെയ്യാൻ മടിക്കുന്ന കൊടും ക്രൂരത ഈ പ്രതി ചെയ്തത്. പിന്നീട് ഇങ്ങോട്ട് ജയിലിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രമുണ്ട്. ഇപ്പോൾ കൊടുത്ത മൊഴിയിലടക്കം നമുക്ക് ഒരു കാര്യം ബോധ്യമുണ്ട്. ഗോവിന്ദചാമി എന്ന് പറയുന്ന ഈ പ്രതി ഇൻബോൺ ക്രിമിനലാണ്. മാരകമായ കുറ്റവാസനയുള്ള, മൃഗീയമായ തരത്തിൽ ഒരു സ്വഭാവ സവിശേഷതകളുള്ള ക്രൂരനായ ഒരാളാണ്. ഇന്നലെ അയാൾ നേരം പുലർച്ചെയാണ് ആ ജയിലിൽ നിന്ന് പുറത്തു ചാടിയത്. ഭാഗ്യവശാൽ നാട്ടുകാരുടെ കണ്ണിൽ പെട്ടു, കിണറ്റിൽ പോയി. അത് നമുക്കറിയാലോ, ഞാൻ വിശദീകരിക്കുന്നില്ല. എൻ്റെ ഒരൊറ്റ ചോദ്യം, ഈ മനുഷ്യൻ പോകുന്ന ഇത്രമേൽ ലൈംഗികമായ കുറ്റവാസനയുള്ള ഒരാളിൻ്റെ മുന്നിൽ ഇന്നലെ പുലർച്ചെ ജോലിക്ക് പോകുന്ന ഒരു പെൺകുട്ടിയോ സൗമ്യയെപ്പോലൊരു പെൺകുട്ടി പെട്ടിരുന്നെങ്കിൽ നമുക്ക് ഇന്നലെ മറ്റൊരു സൗമ്യയെ കൂടി ലഭിക്കുമായിരുന്നു. ഇതിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ട് എടുത്തില്ല പോയെങ്കിൽ എന്താ 3 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ പിടിച്ചുകൊണ്ടുവന്നല്ലോ എന്ന് പറയുന്നവരോടാണ്. കേരളത്തിൻ്റെ മഹാഭാഗ്യം കൊണ്ടാണ് അയാൾ ഈ നാട്ടുകാരുടെ കണ്ണിൽ പെട്ടത്. മറിച്ച് ആ വേട്ടനായയുടെ കണ്ണിൽ ഒരു ഇര പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് ആ പെൺകുട്ടിയെ, ആ മനുഷ്യ ജന്മത്തെ ഓർത്ത് നമ്മൾ കണ്ണീർ വാർക്കേണ്ടി വരുമായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇനിയിപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിൽ, ഇപ്പോൾ സഖാവ് KK രമ ഇവിടെ ചൂണ്ടിക്കാണിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലേതെങ്കിലും സ്മൃതി നമുക്ക് നിഷേധിക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ KC രാമചന്ദ്രൻ,
അദ്ദേഹം ആ കേസിൽ പ്രതിയായി ഇതേ കണ്ണൂർ ജയിലിൽ ഉണ്ടായിരുന്ന ആളാണ്. 1081 ദിവസം ഒന്നാം പിണറായി സർക്കാരിന് ശേഷം ഇവർക്ക് കിട്ടിയ പരോളിനെ കുറിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിച്ച ചോദ്യത്തിന് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ മറുപടിയാണ് സ്മൃതി 1081 ദിവസത്തെ പരോളാണെന്ന് വെച്ചാൽ ഈ 9 വർഷക്കാലത്തിനിടയിൽ ഏതാണ്ട് 3 വർഷക്കാലം പുറത്തായിരുന്നു. ഞാനിപ്പോൾ ആ പട്ടിക പറഞ്ഞ അണ്ണൻ ശുചിത്വമൊക്കെ 1000-ന് അപ്പുറത്തുള്ള ആളുകളാണ്. 500-നും 1000-നും ഇവർക്ക് പരോൾ കൊടുക്കുന്നു. ഈ പ്രതികൾക്ക് ഇപ്പോൾ ഇന്ന് ഗോവിന്ദചാമിയുടെ മൊഴിയുണ്ട്, കഞ്ചാവ് ഞാൻ അവിടെ ഉപയോഗിക്കാറുണ്ട്, അതിന് പണം ഞാൻ കൊടുക്കാറ് ഗൂഗിൾ പേ വഴി എന്ന് വെച്ചാൽ കഞ്ചാവ്, മദ്യം പോലെയുള്ള ലഹരി വസ്തുക്കൾ കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് സുലഭമാണ്. വ്യാപകമായി അവിടുത്തെ പ്രതികൾ ഫോൺ ഉപയോഗിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്ര മൃഗീയ വാസനയുള്ള കുറ്റവാളികളെ പാർപ്പിച്ചിട്ടുള്ള കണ്ണൂർ ജയിലിൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജയിൽ വകുപ്പിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ നോക്കുകുത്തികളായി മാറുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. അവിടെയാണ് ഈ ജയിൽ ഉദ്യോഗസ്ഥന്മാർ ഭയക്കേണ്ട. അവരെക്കാൾ രാഷ്ട്രീയ സ്വാധീനമുള്ള 9 കൊല്ലത്തിനിടയിൽ 3 കൊല്ലം പരോളിൽ കഴിയാൻ കഴിയുന്ന വിദ്വാന്മാരാണ് അതിനകത്ത് കിടക്കുന്നവർ. അതിനകത്തുള്ളൊരു പ്രതി മുഹമ്മദ് ഷാഫി, ആ ഷാഫി പരോളിൽ ഇറങ്ങി കല്യാണം കഴിക്കുമ്പോൾ ആ കല്യാണ പന്തലിൽ കല്യാണരാമന്റെ വേഷം കെട്ടി നിന്നത് ആരാ സ്മൃതി? ആ വേഷം കെട്ടി നിന്നയാൾ ഇപ്പൊ കേരളത്തിന്റെ സ്പീക്കറാണ്. ഇത്രയ്ക്ക് രാഷ്ട്രീയ പിന്തുണയുള്ള ഈ കേരളത്തിന്റെ പോലീസിലെയോ ജയിൽ വകുപ്പിലെയോ ഒരു ഉദ്യോഗസ്ഥന് എന്താണ് നീ ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ പോലും ധൈര്യം വരാത്ത ഭരണകൂടത്തിന്റെ ഇഷ്ടക്കാർ താമസിക്കുന്ന ഒരു ജയിലിനകത്ത് അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ അയവുള്ളതാവും, അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളാകെ താറുമാറാകും. ആ ജയിലിനകത്തെ സിസ്റ്റം തകരാറിലാണ് എന്നതിന്റെ തെളിവാണ് ഗോവിന്ദചാമി എന്ന് പറയുന്ന ഈ പ്രതി. ശരി, ഞാൻ VPP മുസ്തഫയിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. VPP മുസ്തഫ, ഇപ്പോൾ KK രമയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ലീഗ് പ്രതിനിധി അഡ്വക്കേറ്റ് ഷിബു മീരാനും ചില ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഉന്നതതല യോഗത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ അത് കണ്ണിൽ പൊടിയ ഇടാനുള്ള തീരുമാനങ്ങൾ എന്നാണ് അവരുടെ അഭിപ്രായം. ചർച്ചയിലേക്ക് ശ്രീ VPP മുസ്തഫ, ഇന്ന് മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു ചില തീരുമാനങ്ങൾ എടുത്തു. ഈ ഗോവിന്ദചാമി ചാടിപ്പോയ സംഭവത്തിൽ സമഗ്രാന്വേഷണത്തിന് പ്രത്യേക ഒരു അന്വേഷണം നടക്കുന്നു. അതിൽ കേരള ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരും സംസ്ഥാന മുൻ പോലീസ് മേധാവി ജേക്കബ് പുന്നീസും പ്രത്യേകാന്വേഷണം നടത്തുമെന്നടക്കമുള്ള തീരുമാനങ്ങൾ വരികയാണ്. ജയിലുകളിൽ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള തീരുമാനങ്ങളും വരുന്നുണ്ട്. പക്ഷേ ഇത് ഒരു കണ്ണിൽ പൊടിയിടാനുള്ള തീരുമാനമായിട്ടാണ് പ്രതിപക്ഷം ഇതിനെ കാണുന്നത്. അതിൽ KK രമ പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ TP കേസിലെ പ്രതികൾ എങ്ങനെയാണ് കണ്ണൂർ ജയിലിൽ വാഴുന്നത് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കണ്ണൂർ ജയിലിലെ 4-2 ബ്ലോക്കിലെ തടവുകാർ അവിടെ ഈ മേസ്തിരി എന്ന രൂപത്തിൽ 2 വാർഡന്മാരുടെ രൂപത്തിൽ പ്രവർത്തിക്കുന്നത് കേസിലെ 2 പ്രതികളാണ്, TK രജീഷും അണ്ണൻ സുജിത്തും. അത് വേണമെങ്കിൽ പരിശോധിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്നാണ് ഉറപ്പിച്ചു പറയുന്നത് KK രമ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആ ജയിലുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അതിനിടയ്ക്കാണ് ഈ ഗോവിന്ദചാമിയുടെ വിഷയം. അപ്പോൾ എന്താണ് കൃത്യമായ നടപടി നിങ്ങൾ എടുക്കുമോ എന്നുള്ള ചോദ്യമാണ് വരുന്നത്. അല്ലേ, ശ്രീമതി KK രമ UDFന്റെ ഒരു MLA ആണ്. അപ്പോൾ ഒരു സംഭവം വീട് കിട്ടിയാൽ സ്വാഭാവികമായിട്ടും അവർ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും. അതിനപ്പുറത്ത് വേറെ അതിലെന്തെങ്കിലും വസ്തുതയുണ്ട് എന്നുള്ള തോന്നൽ സമൂഹത്തിനില്ല. അവർ UDFകാരി, UDFന്റെ ഒരു MLA ആ നിലയിൽ ഇന്നിപ്പോൾ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് ഇവിടുത്തെ ജയിലാകെ മോശമാണ്, ഇവിടുത്തെ ഭരണമാകെ മോശമാണ്, പ്രത്യേകിച്ച് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മോശമാണ് എന്ന് പറയേണ്ടത് അവരുടെ ഒരു രാഷ്ട്രീയ മര്യാദ. അതുകൊണ്ട് അവരങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതിൽ വേറെ എന്തെങ്കിലും ഉറപ്പോ വേറെ എന്തെങ്കിലും തെളിവോ കാര്യങ്ങളോ ഇല്ല. അതുകൊണ്ട് അതൊരു ഒരു UDF MLAയുടെ ഒരു സാധാരണ രാഷ്ട്രീയ ആരോപണമായിട്ട് മാത്രമേ എടുക്കേണ്ടതുള്ളൂ. നമ്മുടെ മുന്നിലുള്ള വിഷയം എന്താ? ഇത് ഗൗരവമായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകാൻ വേണ്ടി പാടില്ലായിരുന്നു. അവിടെ ഉദ്യോഗസ്ഥരുണ്ട്, സംവിധാനങ്ങളുണ്ട്. നേരത്തെ UDF കാലത്ത് ഉണ്ടായതിനേക്കാളൊക്കെ പിണറായി വിജയൻ്റെ ഭരണകാലത്ത് ജയിലുകളിലെ സ്റ്റാഫ് സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്, സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അലക്സാണ്ടർ ജേക്കബിനെ പോലെയുള്ള പ്രഗത്ഭരായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം ജയിൽ DGP ആയിരുന്നപ്പോൾ കൊണ്ടുവന്ന ധാരാളം പരിഷ്കാരങ്ങൾ കണ്ണൂർ ജയിലിൽ ഉൾപ്പെടെയുണ്ട്. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വീഴ്ച സംഭവിക്കാൻ പാടില്ലാത്തായിരുന്നു. അതിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ അതിന് ഉത്തരവാദികളായിട്ട് ധാർമ്മികമായ ഉത്തരവാദിത്വമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കൂടുതൽ നടപടികളിലേക്ക് പോകണം. അത് സംബന്ധിച്ചാണ് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ
ജയിൽ മേധാവി, പോലീസ് മേധാവി, ആഭ്യന്തര വകുപ്പിന്റെ സെക്രട്ടറി, പൊതുമരാമത്ത് വകുപ്പിന്റെ സെക്രട്ടറി, ചീഫ് സെക്രട്ടറി, ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം വിളിച്ചു ചേർത്ത് ചില നടപടികൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ട് പിണറായി വിജയൻ അങ്ങനെ യോഗം ചേർന്നെടുത്ത തീരുമാനം ഒരു കണ്ണിൽ പൊടിയിടലുമല്ല, മറിച്ച് ആളുകളുടെ കണ്ണിൽ ഇനി കരട് വീഴാതിരിക്കാനുള്ള ഒരു ജാഗ്രതയാണ് അദ്ദേഹം കാണിക്കുന്നത്. ആ നിലയിലുള്ള പ്രവർത്തനമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. പക്ഷേ ശ്രീ VPP മുസ്തഫ, ഈ TP കേസ് പ്രതികളുമായി ബന്ധപ്പെട്ട് ജയിലിൽ അവർ എങ്ങനെ സ്വതന്ത്രമായി വിഹരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെയും വാർത്തകൾ വന്നല്ലേ? താങ്കൾ ഈ അലക്സാണ്ടർ ജേക്കബിന്റെ പേര് പറയുന്നല്ലോ. TP കേസ് പ്രതികൾ ജയിലിൽ വെച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ആ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തിനെ മാറ്റിയിരുന്നു എന്നുള്ള കാര്യം അങ്ങ് ഓർമ്മിക്കുന്നുണ്ടോ? അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണെങ്കിൽ പിന്നീട് TP സെൻകുമാറും ചില പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഈ പരിഷ്കാരങ്ങളൊന്നും നടപ്പാക്കാൻ പറ്റാത്ത വിധത്തിൽ ജയിലുകൾ ഭരിക്കുന്നത് തടവുകാരാണ് എന്ന രൂപത്തിൽ ചില ജയിലുകളുടെ അവസ്ഥയുണ്ട്. ഇപ്പോൾ അങ്ങേക്ക് വേണമെങ്കിൽ അന്വേഷിച്ചാൽ അത് കണ്ടെത്താനാകും എന്നുറപ്പിച്ചു പറയുന്നു KK രമ. KK രമ പ്രതിപക്ഷത്തെ ഒരു MLA മാത്രമല്ലല്ലോ. TP കേസ് എന്താണെന്ന് അങ്ങേക്കും അറിയാമല്ലോ. അതിലെ പ്രതികൾ അവിടെ എങ്ങനെയാണ് വിരാജിക്കുന്നത്? മേസ്ത്രികളായി പ്രവർത്തിക്കുന്നു. 2 സെല്ലുകളിലെ ഭരണം മാത്രമല്ല, ഈ കേസിലെ പ്രതികളെല്ലാം ഒരേ സെല്ലിൽ എങ്ങനെ കഴിയുന്നു എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അങ്ങനെ ഒരു സംവിധാനമുണ്ടോ? നിയമപരമായി അത് സാധ്യമാണോ? ഇപ്പോ KK രമയുടെ പ്രസ്താവനക്ക് വേറൊരു തലം കൂടിയുണ്ട് എന്ന് താങ്കൾ പറഞ്ഞു. ഈ ഗോവിന്ദചാമിയാണല്ലോ ചാടിയത്. TP കേസിലെ പ്രതികളല്ലല്ലോ പുറത്തു ചാടിയിട്ടുള്ളത്. ആ ഗോവിന്ദചാമി കേസിൽപ്പെട്ട് ജയിലിൽ വരാൻ ഇടയായിട്ടുള്ളത് ഒരു യുവതിയുടെ മരണത്തെ തുടർന്നാണ്, കൊലപാതകത്തെ തുടർന്നാണ്. അവരുടെ അമ്മ ഇന്നലെ പറഞ്ഞതുണ്ടല്ലോ ചാനലുകളോട്, റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധിയോട് തന്നെ. എന്താണ് ആ യുവതിയുടെ അമ്മ പറഞ്ഞത്? എനിക്ക് കേരളത്തിലെ പോലീസിനെ വിശ്വാസമുണ്ട്, അവർ പിടിച്ചിരിക്കും ഈ ഗോവിന്ദചാമിയെ എന്നാണ് അവർ പറഞ്ഞത്. അവര് കണ്ണൂർ ജയിലിനെ കുറിച്ച് വേറൊരു ആക്ഷേപമല്ല പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ പോലീസിനെ കുറിച്ചും കേരളത്തിലെ ജയിൽ സംവിധാനത്തെ കുറിച്ചും കേരളത്തിലെ പോലീസിനെ കുറിച്ചും കേരളത്തിലെ ജയിൽ സംവിധാനത്തെ കുറിച്ചും ഗോവിന്ദചാമി കൊലപ്പെടുത്തിയ പെൺകുട്ടിയുടെ അമ്മ വളരെ ഗൗരവത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞാൽ അതിന് ഗൗരവമില്ല പറഞ്ഞാൽ അതിന് ഗൗരവമുണ്ട്. ഒരു രാഷ്ട്രീയ ആരോപണമാണ് ഇവിടെ നമ്മൾ ഇന്ന് ഈ ചർച്ചകൾക്കെല്ലാം കാരണമായി തീർന്നിട്ടുള്ള ഗോവിന്ദചാമിയുടെ ചാട്ടത്തിന് ഇരയായിട്ടുള്ള ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ അമ്മ ഏറ്റവും ശക്തമായി കേരളത്തിലെ പോലീസിന് വിശ്വാസമുണ്ട്, അവർ പിടിച്ചിരിക്കുമെന്നാണ് പറഞ്ഞത്. ആ നിലയിൽ തന്നെയുള്ള നടപടികൾ അവർ സ്വീകരിച്ചു പോയിട്ടുണ്ട്. ആ നിലയിൽ ഏറ്റവും ശക്തമായിട്ട് ഗോവിന്ദചാമി കൊലപ്പെടുത്തിയ ഈ ഇരയുടെ അമ്മ ഏറ്റവും ശക്തമായിട്ട് തന്നെ ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പുറത്ത് UDFന്റെ MLAയുടെ വാക്കുകൾക്ക് വലിയ ഉറപ്പുണ്ടെങ്കിൽ ആ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ അമ്മ കേരളത്തിലെ പോലീസിൽ അതിന് ഗോവിന്ദചാമിയെ ഇങ്ങനെ ഇത്രയും 11 വർഷമായിട്ട് തടവിലിടുന്നതിൽ ഈ കേരളത്തിലെ നിയമ സംവിധാനം കാണിച്ചിട്ടുള്ള ജാഗ്രതയിൽ പ്രകടിപ്പിച്ച വാക്കുകൾ എനിക്ക് ചോദിക്കാം. താങ്കൾ പറഞ്ഞത് ആവർത്തിക്കുന്നുണ്ട് ദയവ് ചെയ്ത്. അതായത് ഇന്നലെ നമ്മുടെ ചർച്ചയിൽ സ്മൃതിയുടെ ഈ സാധാരണ ഏർപ്പാടുണ്ടല്ലോ, LDF കാരം സംസാരിക്കുമ്പോൾ തടസ്സപ്പെടുത്തുന്ന ഏർപ്പാട്, അതിന് വഴങ്ങി തരാൻ പറ്റുകയും ചെയ്യില്ല. കഴിഞ്ഞോ? ചോദിക്കട്ടെ. അപ്പോൾ ഇന്നലെ നമ്മുടെ ചർച്ചയിൽ സൗമ്യയുടെ അമ്മ പങ്കെടുത്തിരുന്നു, സുമതി പങ്കെടുത്തിരുന്നു. അവർ പറഞ്ഞത് ജയിലിൽ നിന്ന് സഹായം കിട്ടാതെ ഇയാൾ പുറത്ത് ചാടില്ല, സഹായം കിട്ടിയിട്ടുണ്ടാകും എന്നാണ് അവർ പറഞ്ഞത്. ഇനി പോലീസ് എങ്ങനെയായാലും പിടിക്കും എന്ന് പറഞ്ഞു. പക്ഷേ പോലീസ് തന്നെയല്ലല്ലോ പിടിച്ചത്, നാട്ടുകാർ കാണിച്ചു കൊടുത്ത് നാട്ടുകാരും കൂടെ ഓടിയിട്ടാണല്ലോ പിടിച്ചത്. ശരി, പിടിച്ചു എന്ന നിലയ്ക്ക് അഭിനന്ദിക്കാം പോലീസിനെ. പക്ഷെ ജയിലിൽ എങ്ങനെയാണ് ഇയാൾ ചാടിയതെന്നൊരു ചോദ്യമുണ്ടല്ലോ. ജയിൽ ചാടുമ്പോൾ ഗോവിന്ദചാമി ചാടി എന്ന ഒരു ഒറ്റ വട്ടത്തിൽ അന്വേഷിക്കാൻ പറ്റില്ല. ജയിലിലെ അവസ്ഥ അന്വേഷിക്കണം. ജയിലിലെ അവസ്ഥയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത്. താങ്കൾ അത് നിഷേധിക്കുക എങ്ങനെയാണ്? TP കേസിലെ പ്രതികൾ ജയിലിൽ എന്തൊക്കെ കാണിക്കുന്നു എന്നുള്ളതിന്റെ വാർത്തകൾ നേരത്തെ പുറത്തു വന്നതല്ലേ? താങ്കൾക്ക് നിഷേധിക്കാനാവുമോ? അവരവിടെ ഫോൺ ഉപയോഗിക്കുന്നു, അവരവിടെ കഞ്ചാവ് ഉപയോഗിക്കുന്നു, അവർക്ക് പുറത്തുനിന്ന് എറിഞ്ഞു കൊടുക്കുന്നു, അതിനകത്ത് വിൽപ്പന നടത്തുന്നു, അതിനകത്തുനിന്ന് കൊട്ടേഷൻ പുറത്തേക്ക് കൊടുക്കുന്നു. ഇതൊക്കെ പുറത്തു വന്ന വാർത്തകളല്ലേ? താങ്കൾ നിഷേധിക്കുന്നുണ്ടോ? ഇതെങ്ങനെ സംഭവിക്കുന്നു? കണ്ണൂർ ജയിലിൽ എങ്ങനെ സംഭവിക്കുന്നു? കണ്ണൂർ ജയിലിൽ നിന്ന് കഴിഞ്ഞോ? ചോദ്യം കഴിഞ്ഞോ? പറഞ്ഞോളൂ.
കണ്ണൂർ ജയിലിൽ നിന്ന് കുറച്ചു മുമ്പ് വേറൊരു പ്രതി രക്ഷപ്പെട്ടിരുന്നു. അവിടെ ജയിലിലേക്ക് വരുന്ന പത്രങ്ങൾ എടുത്തുകൊണ്ടുപോകാൻ ചുമതലപ്പെട്ട ഒരു പ്രതി പുറത്തു നിന്നുള്ള ഒരാളെ മുൻകൂട്ടി ശട്ടം കെട്ടി അദ്ദേഹം ഇരുചക്ര വാഹനത്തിൽ വന്ന് ആ ഇരുചക്ര വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടിരുന്നു. അയാൾ TP കേസിലെ പ്രതിയല്ല, അയാൾ ഒരു രാഷ്ട്രീയ കൊലപാതക കേസിലെയും പ്രതിയല്ല. അവിടെ വെച്ച് രക്ഷപ്പെട്ടിരുന്നു. അയാളെയും ഇതുപോലെ പിടികൂടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ്. അതുകൊണ്ട് കണ്ണൂർ ജയിലിൽ ആകെ TP കേസിലെ പ്രതികൾ മാത്രമേ ഉള്ളൂ. അവർ മാത്രമാണ് കണ്ണൂർ ജയിലിൽ എന്തോ പ്രശ്നങ്ങൾ കാണിക്കുന്നത് എന്ന മട്ടിലൊക്കെ ഉള്ളത് ശുദ്ധമായ രാഷ്ട്രീയ ആരോപണങ്ങളാണ്. അതിന് വേറെ വലിയ വാർത്താ മൂല്യങ്ങളില്ല. നിങ്ങൾ BJP പ്രതിനിധിയിലേക്ക് വരാം. ഞാൻ പറഞ്ഞേട്ടെ. അപ്പോൾ അങ്ങനെ വളരെ കൃത്യമായിട്ട് അവിടെ ഇത്തരം സംഗതികളെല്ലാം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ അനുഭവമല്ലേ. ഇന്നലെ അലക്സാണ്ടർ ജേക്കബ് മറ്റൊരു ചാനലിൽ പറഞ്ഞ അനുഭവം എന്താ? UDF ഭരണകാലത്ത് എന്ന് പറഞ്ഞാൽ ശ്രീമതി KK രമ പ്രതിനിധീകരിക്കുന്ന UDF ഭരിക്കുന്ന കാലത്ത് തിരുവനന്തപുരം ജയിലിൽ പൂജപ്പുര ജയിലിൽ സെൻട്രൽ ജയിലിൽ വന്ന ഒരു UDF മന്ത്രിയുടെ കാറിൽ പട്ടാപ്പകൽ ഒരു പ്രതി അവിടുത്തെ ജയിൽ പുള്ളി ആ കാറിൽ കയറി രക്ഷപ്പെട്ടിട്ടില്ലേ? 10-30 ഉദ്യോഗസ്ഥർ ഈ മന്ത്രിയുടെ ചുറ്റും നിൽക്കുന്നു. DGPയും ജയിൽ മേധാവിയും ആളുകളും എല്ലാം. അതുപോലെ മന്ത്രിയുടെ ഗൺമാനും പേഴ്സണൽ അസിസ്റ്റന്റും ആ വണ്ടിയിൽ, മന്ത്രി ആ വണ്ടിയിൽ. എന്നിട്ട് മന്ത്രിയോടൊപ്പം സെക്രട്ടേറിയറ്റ് വരെ ഒരു ജയിൽ പുള്ളി വന്നിട്ടില്ലേ? എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ജയിൽ മേധാവി ആയിരിക്കുകയായിരുന്നെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്തു? അപ്പോൾ അല്ല, റിട്ടയർ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ആരോപണം ഉന്നയിക്കാൻ പറ്റും. റിട്ടയർ ആയി കഴിഞ്ഞ ആരോപണം ഉന്നയിക്കാൻ പറ്റും. അദ്ദേഹം അപ്പോൾ എന്ത് ചെയ്തു എന്ന ചോദ്യമുണ്ടല്ലോ. ഇങ്ങനെ ഫോൺ ഉപയോഗിച്ചതുകൊണ്ടാണോ? അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു സംഭവം കിട്ടിയപ്പോൾ ഉടനെ എന്നാ പിന്നെ ഇതെല്ലാം TP കേസും അതിലെ പ്രതികളും അവിടുത്തെ പ്രശ്നങ്ങളുമാണ്. എല്ലാ ജയിലിലും ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് അവരുടെ ചോദ്യം. അതായിരുന്നു ആ സംഘം എങ്ങനെയാണ് ഇയാൾ രക്ഷപ്പെട്ടത്, അതിനെക്കുറിച്ച് അന്വേഷിച്ച് അതുൾപ്പെടെ ഇനി ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനാണ് താങ്കൾ തന്നെ ആദ്യം സൂചിപ്പിച്ചതുപോലെ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയെയും റിട്ടയർഡ് പോലീസ് മേധാവിയെയും അന്വേഷണ കമ്മീഷനായി തീരുമാനിച്ചിട്ടുള്ളത്. ശരി, KK രമ, ഇപ്പോൾ കേട്ടല്ലോ, രാഷ്ട്രീയ ആരോപണമാണ് താങ്കൾ ഉന്നയിച്ചത്. മാത്രമല്ല അതിപ്പോൾ TP കേസ് പ്രതികൾ മാത്രമല്ലല്ലോ ആ ജയിലിലുള്ളത് എന്ന് തിരിച്ചുള്ള മറുപടി. ഈ 2 ഉദ്യോഗസ്ഥർ അവരാണ് സ്വതന്ത്രമായി ഇത് അന്വേഷിക്കുന്നത്. ഇതൊരു പാർട്ടി അന്വേഷണമല്ലല്ലോ. CN രാമേന്ദ്രൻ നായരും ജേക്കബ് പുന്നൂസും അവരൊക്കെ അവരുടെ മേഖലകളിൽ പ്രഗത്ഭരായിരുന്നവരാണ്. അവർ അന്വേഷിച്ചൊരു റിപ്പോർട്ട് നൽകും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ നൽകുന്ന ഉറപ്പ്. സ്മൃതി, പ്രിയപ്പെട്ട VPP മുസ്തഫ, അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കുന്ന നല്ലൊരു രാഷ്ട്രീയ നേതാവായിട്ടാണ് എൻ്റെ ബോധ്യം. പക്ഷെ എന്തൊരു ബാലിശമായ വാദങ്ങളാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട മുസ്തഫ, താങ്കൾക്ക് എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ ഇത്ര ബാലിശമായ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുന്നത്? ഞാൻ ഏത് പക്ഷക്കാരിയൊക്കട്ടെ, ഞാനതിപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. താങ്കൾ എടുത്തെടുത്ത് പറയുന്നതിന്റെ ഉദ്ദേശവും എനിക്കറിയാം. ഇന്ന പക്ഷത്തിന്റെ MLA ഇന്ന പക്ഷത്ത് പ്രവർത്തിക്കുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ താങ്കൾ അതിങ്ങനെ എടുത്തെടുത്ത് അടിവരയിട്ട് പറയുന്നതിനെയും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതിന്റെ സർട്ടിഫിക്കറ്റ് ആരെടുത്തൊന്നും വാങ്ങാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞ വിഷയങ്ങൾ, ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദചാമി ചാടി രക്ഷപ്പെടാനുണ്ടായ സാഹചര്യം, അതിന്റെ മുന്നേ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പ്രതി മുന്നേയും ചാടി പിടിച്ചുകൊണ്ടുവന്ന സാഹചര്യമുണ്ടായി. കണ്ണൂർ ജയിലിനകത്തുള്ള സംവിധാനത്തെ സംബന്ധിച്ച് പരിശോധന നടത്താൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ടോ? എന്തുകൊണ്ട് ഒരു റെയ്ഡ് ഉൾപ്പെടെ അവിടെ നടത്താൻ തയ്യാറാവുന്നില്ല? ഈ പ്രതികളുടെ കയ്യിൽ നിന്നെല്ലാം മൊബൈൽ ഫോണ്, സ്മാർട്ട് ഫോണുകൾ പിടിച്ചെടുക്കുന്നു. ഗോവിന്ദചാമി തന്നെ ചോദ്യം ചെയ്യുമ്പോൾ പറയുന്നു അവരുടെ ഗൂഗിൾ പേ ഉൾപ്പെടെ നടത്തുന്നു എന്നുള്ളത്. ഈ പ്രതികളുടെ അടുത്തേക്ക് വരെ പുറത്തു നിന്നുള്ള രാസലഹരി ഉൾപ്പെടെയുള്ള വിൽപ്പനയും ഒക്കെ നടത്തിയിട്ട് അതിന്റെ ഗൂഗിൾ പേ ഒക്കെ ഈ ജയിലിനുള്ളിൽ നടക്കുന്നുണ്ട്. എത്ര ഗുരുതരമായ വിഷയമാണ് ഒരു ജയിലിനകത്ത് നടക്കുന്നത്. നിങ്ങൾ സർക്കാർ ഇപ്പം ലഹരിക്കെതിരെയൊക്കെ വലിയ തോതിലുള്ള ക്യാമ്പയിനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, സുംബ ഡാൻസ് ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സ്വന്തം ഈ തരത്തിലുള്ള സ്ഥാപനങ്ങളെ ആദ്യം ശുദ്ധീകരിക്കാൻ, കറക്ഷൻ ഫോമുകളാണല്ലോ ഇതൊക്കെ ജയിൽ എന്ന് പറയുന്നത്. എന്ത് സംവിധാനങ്ങളാണ് അവിടെ എത്തിക്കുന്നത്? ഞാൻ വളരെ വ്യക്തമായി, നിങ്ങൾ ഈ ബ്ലോക്കുകളൊക്കെ പരിശോധിക്കൂ. എങ്ങനെയാണ് ഒരു ബ്ലോക്കിൽ ഒരു കേസിലെ എല്ലാ പ്രതികളെയും ഒന്നിപ്പിച്ച് താമസിക്കുന്ന സംവിധാനം ഉണ്ടാകുന്നത്? അങ്ങനെ നടത്താമോ? അങ്ങനെ ചെയ്യാമോ ജയിലുകളിൽ?
ഈ ജയിലുകളിൽ ഈ ബ്ലോക്കുകളൊക്കെ ഇവരുടെ നിയന്ത്രണത്തിലേക്ക് വരുന്നത് എങ്ങനെ? അവിടുത്തെ സാധാരണ ഞാൻ പല ജയിൽ പുള്ളികളും താങ്കൾക്കറിയാം, എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് ആളുകൾ അവിടുന്ന് ഫോൺ ചെയ്യാറുണ്ട്. കിട്ടുന്ന സമയം പുറത്തു വരുമ്പോൾ വീട്ടിലേക്ക് വരും, വിളിക്കുന്ന സമയത്ത് വീട്ടുകാർ എന്നെ വിളിച്ചു പറയാറുണ്ട് അവർ അനുഭവിക്കുന്ന പീഡനങ്ങൾ. ഈ കേസിലെ പ്രതികൾ മറ്റു പ്രതികളെ വലിയ തോതിൽ ശാരീരികമായി ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അവർക്ക് ഒരക്ഷരം പറയാൻ വേണ്ടി സാധിക്കില്ല. വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജയിൽ പുള്ളികൾ ആ ജയിലിനകത്തുണ്ട്. എങ്ങനെയാണ് ഈ നിയന്ത്രണം? ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ TP കേസിലെ പ്രതികൾ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ നിങ്ങൾ പരിശോധിക്കൂ, എങ്ങനെയാണ് ഒരു കേസിലെ പ്രതികൾക്ക് ഈ നിയന്ത്രണം ആ ജയിലിലുണ്ടാകുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ കേസിലെ പ്രതികളെ ഇങ്ങനെ ന്യായീകരിക്കുന്നത്? എനിക്കത് മനസ്സിലായി. താങ്കൾ എന്തൊരു ന്യായീകരണമാണ് TP കേസിലെ പ്രതികളെ വെച്ചിട്ട് ന്യായീകരിക്കേണ്ട ആവശ്യം താങ്കൾക്ക് എന്താണ്? താങ്കളുടെ പാർട്ടി തീർച്ചയായിട്ടും ഇത് താങ്കളുടെ പാർട്ടി, ഞാനത് മറ്റൊരു തരത്തിൽ പറയുന്നില്ല, ഇനിയിപ്പോ അത് മാത്രം പറഞ്ഞ് ആരോപണം ഉന്നയിക്കുന്നു എന്ന് പറയും. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അതിനെ ന്യായീകരിക്കുന്നത്? ഈ പരിശോധന നിങ്ങൾക്ക് നടത്താൻ സാധിക്കുന്നില്ലേ? ഇപ്പൊ ജ്യോതിബാബു, ശിക്ഷിക്കപ്പെട്ട ജ്യോതിബാബു എന്ന് പറയുന്ന പ്രതി, അദ്ദേഹത്തിന് അസുഖമാണ്, അദ്ദേഹത്തിന് അവിടെ ഹോസ്പിറ്റൽ ബ്ലോക്കിലാണ്. ഇന്ന് വരെ മറ്റൊരു ബ്ലോക്കിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിട്ടില്ല. ഒന്നുകിൽ പരിയാരത്ത് അല്ലെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റൽ ബ്ലോക്കിൽ, 7-ാം നമ്പർ ബ്ലോക്കിൽ രാമചന്ദ്രൻ ഉണ്ടാകുന്നു. അയാളാണ് അവിടുത്തെ ലൈബ്രറിയും മറ്റ് കാര്യങ്ങളും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു ആൾ അദ്ദേഹമാണ്. ഈ 4-ാമത്തെ ബ്ലോക്കിലുള്ളത് TP കേസിലെ പ്രതികൾ മുഴുവനാണ്. അവിടെ നിയന്ത്രിക്കുന്നത് ഈ TK രജീഷാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് പരിശോധിക്കണ്ടേ? അവിടുത്തെ ജയിൽ വാർഡന്മാരും സൂപ്രണ്ടും ഒക്കെ ഇതിന് ഒത്താശ ചെയ്തുകൊണ്ടോ? നിങ്ങൾ ഏതെങ്കിലും അന്വേഷണം പ്രഖ്യാപിച്ചു? അന്വേഷണം ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് മാത്രം പ്രഖ്യാപിച്ചാൽ മതിയായിരുന്നോ? ഈ വിഷയങ്ങൾ എത്ര നേരത്തെ ഉന്നയിച്ചു വന്നിട്ടുണ്ട്? ഇത്തരം വിഷയങ്ങൾ ജയിലിനകത്ത് നടത്തുന്നുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ വസ്തുതാപരമായിട്ട് പുറത്ത് കാര്യങ്ങൾ വന്നിട്ടില്ലേ? ജയിലിനകത്ത് ഉപയോഗിക്കുന്ന ഫോണിന്റെ സ്ക്രീൻഷോട്ടും അതിന്റെ ദൃശ്യങ്ങളും ഉൾപ്പെടെ പുറത്തു വന്നിട്ടില്ലേ? എന്ത് അന്വേഷണം നടത്തി? ശരി, അന്നേരമൊക്കെ ഇത്തരത്തിലുള്ള അന്വേഷണം നിങ്ങൾ നടത്തിയിരുന്നോ? വളരെ ബാലിശമായ വാദങ്ങൾ അല്ല ഇതിനകത്ത് വേണ്ടത്. വളരെ കൃത്യമായ പരിശോധന ഉണ്ടാകണം, നടപടി ഉണ്ടാകണം. ശരി, ശ്യാംരാജിലേക്ക് പോകുന്നു. ശ്യാംരാജ്, ഇപ്പോൾ എല്ലാ സമയത്തും ഇവിടുത്തെ പോലീസ് സംവിധാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജയിലുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആരോപണം ഉയരുമ്പോൾ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ, ഭരണപക്ഷ പാർട്ടി പറയുന്ന ഒരു കാര്യം മറ്റു സംസ്ഥാനങ്ങളുമായുള്ള താരതമ്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ക്രമസമാധാന നിലയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. ആ നിലയ്ക്ക് UP-യുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ കേരളം മറ്റൊരവസ്ഥയിലാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തെ അങ്ങനെ കുറ്റപ്പെടുത്താനാകുമോ എന്നുള്ളൊരു ചോദ്യം. മാത്രമല്ല, ഇതിപ്പോൾ വേഗം തന്നെ അന്വേഷണത്തിന് ഉന്നത തല യോഗം ചേർന്ന് തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ VPP മുസ്തഫ പോലും പറയാത്ത ഒരു ആരോപണമാണ് സ്മൃതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇവിടെ കേരളത്തെ ആരാണ് കുറ്റം പറയുന്നത്? നിങ്ങളെന്ത് എനിക്ക് ഇത്തരത്തിലുള്ള ആരോപണങ്ങളിലോട്ട് പോകുന്നത് എന്തിനാണ്? നോക്കൂ, കേരളത്തിൽ അതിക്രൂരമായിട്ടൊരു കൊലപാതകം നടത്തിയ ഒരു പ്രതി ജയിൽ ചാടി. ആ ജയിൽ ചാടിയ വിഷയത്തിൽ കേരളത്തിലെ മുഴുവൻ ആളുകളും, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് മുഴുവൻ ആളുകളും അതിനെ വിമർശിക്കുന്നു. അങ്ങനെ വിമർശിക്കുമ്പോൾ ഉടനെ കേരളത്തിനെ വിമർശിക്കുന്നത് എന്ന് ഇടതുപക്ഷം കരയുന്ന അതേ കരച്ചിൽ ദയവ് ചെയ്തിട്ട് സ്മൃതി കരയില്ല. നോക്കൂ സ്മൃതി, ഇവിടെ ചർച്ചയിൽ കഴിഞ്ഞ ദിവസം CPM പ്രതിനിധി പറഞ്ഞ കാര്യമാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ഓക്കെ, ഞാനത് ശരി, ഓക്കെ, നിങ്ങൾ കറക്റ്റ് മനസ്സിലായി. ഓക്കെ, എന്തായാലും ഇപ്പോൾ നിലവിലെ നമ്മുടെ CPM പ്രതിനിധി പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പറഞ്ഞെന്താ അറിയോ, ഈ ഗോവിന്ദച്ചാമി മാത്രമല്ലല്ലോ ജയിൽ ചാടിയത്, അതിന് മുമ്പുള്ള ആളും സ്കൂട്ടറിൻ്റെ പിന്നിലേക്ക് കയറി നിന്നിട്ട് ജയിൽ ചാടിയിട്ടുണ്ടെന്നാണ്. ഇത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, കേരളത്തിലെ ഒരു ജയിലിൽ നിന്ന് ഏതൊരാൾക്കും വെറുതെ പട്ടാപ്പകലൊരു സ്കൂട്ടറിൻ്റെ പിന്നിൽ ഇരുന്നിട്ട് പോലും ജയിൽ ചാടാൻ പാകത്തിന് തുറന്നു വെച്ചേക്കുകയാണെന്ന്. ഇത് തന്നെയാണ് സ്മൃതി ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്, പ്രത്യേകിച്ച് ഇന്നലെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നോക്കൂ, ഇവിടെ ഇത് മാത്രമല്ല, ഈ ചർച്ചയിൽ ഉരുത്തിരിയാത്ത ഇന്നലെ മുതൽ നിങ്ങൾ മാധ്യമങ്ങൾ വലിയ രീതിയിൽ പറഞ്ഞിട്ടുള്ള ഈ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായിട്ടുള്ള വിഷയത്തിൽ ധാരാളമായിട്ടുള്ള സംശയങ്ങളുണ്ട്. ഒരു കാരണമൊക്കെ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമൊക്കെ വേണമെങ്കിൽ ജയിലധികൃതരുടെ ജാഗ്രത കുറവ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷേ ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് എല്ലാ കാര്യങ്ങളും ഈ ജയിൽ ചാട്ടവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ജാഗ്രത കുറവെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇത് ഒരു മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയ്ക്ക് അനുസരിച്ച് എഴുതിയ ഒരു സിനിമ പോലെയാണെന്നും ഈ പറയുന്ന കാര്യങ്ങളൊന്നും യുക്തിസഹമല്ല എന്നും ആദ്യം തന്നെ കേൾക്കുമ്പോൾ മനസ്സിലാവും. നോക്കൂ, ഇവിടെ നിങ്ങൾ ഇന്നലെ മുതൽ മാധ്യമങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്,
ജയിൽ കമ്പി ഹാക്സോ, ചെറിയൊരു ഹാക്സോ ബ്ലേഡിൻ്റെ പീസ് എടുത്തിട്ട് ജയിൽ കമ്പി കഴിഞ്ഞ 10-30 ദിവസങ്ങളായിട്ട് പതിയെ അറുത്തറുത്ത് എടുത്തിട്ട് വളച്ച് പുറത്ത് ചാടിയുന്ന നോക്കൂ. വിവിധ സമരങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളൊക്കെ ഈ ജയിലിൻ്റെ ഉള്ളൊക്കെ കണ്ടിട്ടുള്ള ആളുകളാണ്. നോക്കൂ, ഒരു ചെറിയൊരു ശബ്ദം കേട്ടാൽ പോലും ജയിൽ അധികൃതർ ഓടി വരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു വലിയൊരു ഇരുമ്പ് കമ്പിയിൽ ഹാക്സോ ബ്ലേഡ് വെച്ചിട്ട് അറക്കുമ്പോൾ ശബ്ദം കേൾക്കൂലെന്നാണ് വിചാരിക്കുന്നത്? അതും 10-30 ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ അറുത്തു എന്നൊക്കെയാണ് പറയുന്നത്. ഇനി ജയിലഴികളുടെ ഒരു കമ്പിയുടെ ഒരു വശം തന്നെ ഇയാൾ അറുത്ത് കളഞ്ഞു എന്ന് വെച്ചു, അതും അളയ്ക്കാൻ പറ്റൂലെന്ന് ഇന്നലെ മുതൽ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ പറയണത് ജയിൽ കമ്പി വളച്ച് പുറത്തിയാടിയെന്ന്. ഒരാൾ തന്നെ വിചാരിച്ചാൽ വളയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ശക്തിക്കപ്പുറമാണ് ഈ ജയിൽ കമ്പികളെന്ന്. ഇനി അതിൻ്റെ രണ്ട് വശവും, താഴെ വശവും മുകൾ വശവും മുറിച്ചെങ്കിൽ മാത്രമേ ആ കമ്പി എടുത്ത് മാറ്റാൻ വേണ്ടി പറ്റൂ. ഇനി ഒരു കമ്പി എടുത്ത് മാറ്റിയെന്ന് വെച്ചു, ഒരു കമ്പി എടുത്ത് മാറ്റിയെങ്കിൽ തന്നെ ഗോവിന്ദച്ചാമിയല്ല ഏതൊരു മനുഷ്യനാണെങ്കിലും എത്ര ഭക്ഷണം കഴിക്കാതെ മെലിഞ്ഞാലും ഒരു കമ്പി എടുത്താലൊന്നും അതിനിടയിൽ കൂടി ചാടിപ്പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന്. അപ്പോൾ അത് തന്നെ യുക്തിസഹമല്ലാത്ത ഒരു കാര്യമാണ്. ഇനി എങ്ങനെയും ഇയാൾ പുറത്തു വന്നു എന്ന് തന്നെ വിചാരിച്ചു. ഒന്നാമത്തെ മതിൽ ചാടിക്കിടന്നു, രണ്ടാമത്തെ മതിൽ ചാടാൻ വേണ്ടി പോകുന്നു. 3 ഈ വെള്ളമെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇരുമ്പിൻ്റെ 3 വീപ്പകൾ ഒന്നിനു മുകളിൽ ഒന്നായി എടുത്തു വെച്ചു എന്നൊക്കെയാണ് പറയുന്നത്. നോക്കൂ, സാധാരണ ശരാശരി ആരോഗ്യമുള്ള ഒരു മനുഷ്യന് പോലും ഒരെണ്ണത്തിൻ്റെ മുകളിൽ മറ്റൊരെണ്ണം എടുത്തു വയ്ക്കാം. അതിൻ്റെ മുകളിൽ വേറെ ഒരു മീറ്റർ അല്ലെങ്കിൽ 1.25 മീറ്റർ പൊക്കമുള്ള വീപ്പക്കുറ്റി എങ്ങനെ എടുത്ത് വെക്കാൻ വേണ്ടി പറ്റുമെന്ന് ഗോവിന്ദച്ചാമിയെ എന്നാണോ? അങ്ങനെയെങ്കിൽ അങ്ങനെ എന്തിനു സഹായിക്കണമെന്നൊരു ചോദ്യമുണ്ടല്ലോ. അവർക്ക് അതുകൊണ്ട് എന്താണ് നേട്ടം? ഈ കൊടും ക്രിമിനലിനെ പുറത്തിറക്കിയിട്ട് അവർക്ക് എന്താണ് നേട്ടം? സസ്പെൻഷനല്ലേ വാങ്ങിക്കിട്ടിയത്? കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാക്കാൻ വേണ്ടി നിങ്ങൾ പറയും സ്മൃതി, അങ്ങനെങ്കിൽ എന്നെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാക്കാൻ വേണ്ടി പറയും. ഇതിന്റെ എല്ലാത്തിന്റെ ഉത്തരവൊന്നും എനിക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റില്ല. പക്ഷെ യുക്തിസഹമല്ല എന്ന് ഇത് പറയുന്നതിനൊരു യുക്തി വേണ്ടേ? അതാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ ക്യാമറയും കൊണ്ട് നിങ്ങൾ നേരെ ജയിലിലോട്ട് പോകും, നിങ്ങൾ ആ കമ്പികൾ കാണൂ. അത് മുറിക്കുമ്പോൾ വേണ്ട, നിങ്ങളുടെ സ്റ്റുഡിയോയിലുള്ള ഒരു കമ്പി നിങ്ങൾ ചെറിയ ഹാക്സോ ബ്ലേഡ് വെച്ച് മുറിച്ച് നോക്കൂ, ശബ്ദം കേൾക്കില്ലെന്ന് നോക്കൂ. ഈ നമ്മുടെ മഴയുള്ള രാത്രികളാണ് ഇതിന് തിരഞ്ഞെടുത്തിരുന്നത്. അത് നല്ലോണം തുരുമ്പെടുത്തതിന് ശേഷമാണ് അത് മുറിച്ചത് എന്നൊക്കെയാണല്ലോ പറയുന്നത്. തുരുമ്പിക്കാൻ വേണ്ടി ഉപ്പിട്ടു, അങ്ങനെ മാസങ്ങളായി 8 മാസത്തോളം എടുത്ത പണിയാണ്. അതാണ് അടുത്ത തെറ്റ്. അതാണ് അടുത്ത തെറ്റ്. അതാണ് സ്മൃതി അടക്കമുള്ളവർ അറിഞ്ഞോ അറിയാതെയോ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഇരുമ്പഴി തുരുമ്പെടുക്കുന്നത്? ചെറിയൊരു ആണിയാ അല്ലെങ്കിൽ സൂചിയാന്നാണ് നിങ്ങളുടെ വിചാരം? ഒരു സാധാരണ വലിപ്പമുള്ള ഒരാണി പൂർണ്ണമായിട്ട് തുരുമ്പെടുക്കണമെങ്കിൽ അത് ഹൈ കോൺസെൻട്രേഷൻ ഉള്ള, അതായത് വളരെയധികം ഉപ്പിൻ്റെ അളവുള്ള ഉപ്പ് ലായനിയിൽ ഒരു പൂർണ്ണമായ ദിവസം ഇടണമെന്ന്. ഏത് ഒരാണി തുരുമ്പിക്കണമെങ്കിൽ തുരുമ്പിച്ച് പോവുകയല്ല, നമ്മൾ പുറത്ത് കാണുന്ന രീതിയിൽ തുരുമ്പിച്ചു എന്നൊക്കെ പറയണമെങ്കിൽ ഒരു ദിവസം പൂർണ്ണമായിട്ട് ഉപ്പ് വെള്ളത്തിൽ മുക്കിയിടണം. അന്നേരമാണ് ജയിലിലെ ഇത്രയധികം വലിപ്പമുള്ള കമ്പി ഉപ്പ് ഉപയോഗിച്ച് തുരുമ്പിപ്പിച്ചു എന്ന് പറയുന്നത്. അതും യുക്തിക്ക് നിരക്കൂലെന്ന്. ഇത് നമ്മുടെ വീട്ടിലല്ല, എനിക്കോ സ്മൃതിക്കോ നമ്മുടെ വീട്ടിലിരുന്നിട്ട് നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു കമ്പിയുടെ അടിയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഉപ്പ് കൊണ്ടുവയ്ക്കാൻ വേണ്ടി പറ്റും. ഈ ഉപ്പ് ജയിലിൽ എവിടെ നിന്ന് കിട്ടി? ഇത് ഇത്രയും ദിവസം നിങ്ങൾ പറയുന്നത് 8 മാസമെന്ന്. 8 മാസവും അവിടെ ഉപ്പ് വയ്ക്കാൻ വേണ്ടി ഒരു ജയിലധികൃതരുടെയും കണ്ണിൽ പെട്ടില്ലേ? ഓരോ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉപ്പ് മിച്ചം വെച്ചാൽ പോരെ? ചോറ് വേണ്ട എന്ന് പറഞ്ഞ് ചപ്പാത്തിയിലേക്ക് മാറാൻ പറ്റുമെങ്കിൽ ഇയാൾക്ക് ഇതാണോ പറ്റാത്തത്? ജയിലിനകത്തൊക്കെ എവിടെ അങ്ങനെ ഉപ്പ് വയ്ക്കാൻ സമ്മതിക്കും സ്മൃതി? ഒന്നുകിൽ ആ ജയിലിലെ മുഴുവൻ ആളുകളും ഇതിന് സമ്മതിക്കണമെന്ന്. കഴിഞ്ഞ 8 മാസമായിട്ട് ഗോവിന്ദച്ചാമി നീ കൊണ്ട് ഉപ്പ് വെച്ചോ എന്ന് പറഞ്ഞ് അടുക്കളയിൽ നിന്ന് ഉപ്പ് എടുത്തു കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നമ്മളുടെ വീടല്ല എന്നത് ജയിലാണ്. ശരി, അവിടെ അങ്ങനെ ഇതൊക്കെ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഉപ്പ് എവിടെ നിന്ന് കിട്ടും? ഈ കിച്ചണിൽ എല്ലാവർക്കും കയറാൻ വേണ്ടി കഴിഞ്ഞില്ല. ഒരു പോയിന്റ് ഞാൻ പറയട്ടെ. ഇനി നിങ്ങളെല്ലാ മാധ്യമ പ്രവർത്തകരും ഇന്നലെ മുതൽ കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. മതിലിന്റെ മുകളിൽ, റോഡിൽ നിന്ന് മതിലിന്റെ മുകളിലേക്കുള്ള ഒരു ദൃശ്യം. അതായത് കൂട്ടിക്കെട്ടിയ തുണികൾ മതിലിന്റെ ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് തൂങ്ങിക്കിടക്കുന്നു. ഒരാൾ തൂങ്ങി ഇറങ്ങുമ്പോൾ ആ മതിലിൽ, അതും പായൽ പിടിച്ച് കിടക്കുന്ന ചെറിയ ചെറിയ ചെടികൾ വളർന്നു കിടക്കുന്ന ആ മതിലിൽ ഒരു പാടെങ്കിലും ഉണ്ടാവണ്ടേ? നിങ്ങൾ ഇന്നലെ മുതൽ നിങ്ങൾ കൊടുത്ത വിഷ്വൽസ് എടുത്ത് നോക്കി, ഒരു പാട് പോലും ഇല്ലാന്ന്. അതായത് ആ കയറല്ല, ആ കെട്ടിയിട്ടുള്ള തുണികൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ആ മതിലിന്റെ മുകളിൽ കയറി വെറുതെ താഴേക്ക് തൂക്കിയിട്ടതുപോലെ തോന്നൂ, ഒരു പാട് പോലുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, തുടക്കം മുതൽ ഒടുക്കം വരെ പറയുന്ന പോയിന്റുകളൊന്നും യുക്തിസഹമല്ല. ഇതാണ് ഞങ്ങളുടെ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ സമഗ്രമായിട്ടുള്ള ഈ സസ്പെൻഷൻ ഒന്നും പോരാ. ഇതിന്റെ പിന്നിൽ എന്താണ് സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം. ഇയാളുടെ ജയിൽ ചാട്ടം വിശ്വസനീയ യോഗ്യമേ അല്ല. ശരി, അല്ല സമഗ്രാന്വേഷണമാണല്ലോ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 4 പേരെ സസ്പെൻഡ് ചെയ്തിട്ട് എന്താവാനാ? അല്ല, സമഗ്രാന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചല്ലോ. തിരിച്ചെത്താം. മുസ്തഫ ശ്യാംരാജിനുള്ള മറുപടി എന്താണ്?
ശ്യാംരാജിന് വലിയ സംശയം ഈ ഭിന്നശേഷിക്കാരനായ അയാൾ എങ്ങനെയാണ് ഈ ചാട്ടം നടത്തിയത്, ജയിലിലെ അയാളുടെ ഏർപ്പാട് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷണത്തിലൂടെ പുറത്തു വരും. ഇപ്പോൾ നമ്മൾ ഊഹോപോഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. 8 മാസമാണോ, ഓക്സോ ബ്ലേഡ് ആണോ, ഈ ടാങ്കുകൾ കൊണ്ട് വെച്ചിട്ടാണോ എന്നൊക്കെയുള്ളത്. പക്ഷെ നമ്മുടെ മുന്നിൽ ഒരു യാഥാർത്ഥ്യം ഉണ്ടല്ലോ സ്മൃതി, അത് ഇദ്ദേഹം നിറയെ വെള്ളമുള്ള ഒരു കിണറിലേക്ക് ചാടുന്നു, അവിടെ നിന്ന് ഇദ്ദേഹം കയറി വരുന്നു. 1.5 കൈ മാത്രമുള്ള ഭിന്നശേഷിക്കാരനായ അയാൾ ഇത് ചെയ്തത് നിങ്ങളെല്ലാം ലൈവ് ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാ പറഞ്ഞല്ലോ എങ്ങനെയാണ് മുഹമ്മദ് അഷ്റഫ് പറഞ്ഞു, താങ്കൾ കേട്ടില്ല? അത് മുഹമ്മദ് അഷ്റഫ് പറഞ്ഞിരുന്നു അയാളെ കൊണ്ട് എന്തൊക്കെ സാധിക്കുമെന്ന്. അതെ, അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ നമ്മുടെ മുന്നിൽ ഒരു യാഥാർത്ഥ്യമാണിത്. ഇനി ശ്യാംരാജ് പറയുന്ന യുക്തി എടുത്താൽ, ഞാൻ അങ്ങനെ വേറെ സംസ്ഥാനങ്ങളെ താരതമ്യം ചെയ്യുന്നില്ല, പക്ഷെ നമ്മുടെ മുന്നിൽ വന്ന ചില വാർത്തകളാണല്ലോ. ഗുജറാത്തിൽ 6 വർഷം ഒരു വ്യാജ കോടതി പ്രവർത്തിച്ചില്ലേ? 6 വർഷം. എന്തേ അമിത്ഷാക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല? എന്തേ നരേന്ദ്രമോദിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല? അവരുടെ സ്വന്തം നാടല്ലേ, അവര് നേരത്തെ മുഖ്യമന്ത്രിയും മന്ത്രിയുമായിട്ട് ഭരിച്ച നാടല്ലേ? 6 വർഷം ഒരു വ്യാജ കോടതി. ഉത്തർപ്രദേശിൽ ഒരു വ്യാജ എംബസി, വേറെ രാജ്യത്തിന്റെ പേരിലുള്ള എംബസി ഉത്തർപ്രദേശിൽ വർഷങ്ങളോളം പ്രവർത്തിക്കുന്നു. എന്തേ കണ്ടുപിടിക്കാൻ സമയമെടുത്തത്? 21 മനുഷ്യരെ വെടിവെച്ച് കൊന്നുകളഞ്ഞു പഹൽഗാമിൽ. ശരി, എവിടെ പോയി ആ 4 ഭീകരവാദികൾ? ഒരാളെ പോലും മാസങ്ങൾ 3 കഴിഞ്ഞല്ലോ, ഇതുവരെ പിടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലല്ലോ. അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ 291 പേർ മരിച്ചു. എന്താണ് കാരണം? എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയോ? മറ്റേതവിടെ കിടക്കട്ടെ, ആരാണ് ഉത്തരവാദി? മറ്റെല്ലാം എന്താണ് ആ വിമാനം അപകടത്തിൽപ്പെടാൻ കാരണം? ഇത്രയും ദിവസങ്ങളായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ പോലീസും സംവിധാനവും എത്രയോ ഉത്തമമാണ് എന്നത് ഞങ്ങളുടെ അവകാശവാദമല്ല. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഏതായാലും ഒരു സമഗ്ര അന്വേഷണത്തെ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അന്വേഷണം എങ്ങനെയാകും എന്നുള്ളത് നിങ്ങൾ നോക്കിയതിനു ശേഷം പോരെ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? തീർച്ചയായിട്ടും ഈ VPP മുസ്തഫ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാനേ എനിക്ക് 1 മിനിറ്റ് വേണ്ടൂ. അതായത് പാതിരാത്രി ഗോവിന്ദച്ചാമി ചാടിയതിനെക്കുറിച്ച് ഞങ്ങളോട് ചോദിച്ചു പോകരുത്. എന്നാൽ വൈകുന്നേരം ഉച്ചയായപ്പോഴേക്കും നാട്ടുകാരുടെ സഹായത്തോടു കൂടി പിടിച്ചതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് തന്നേക്ക് എന്ന് പറഞ്ഞാൽ അത് പള്ളിയിലും കൂടി പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല, അത് പാർട്ടി ഓഫീസിൽ പോയി പറയില്ലേ നിവൃത്തിയുള്ളൂ. പിന്നെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ എന്തിനാണ് ജയിൽ ചാടേണ്ടത് എന്നാണ് ചോദ്യം. അവരെന്തിനാ ചാടാൻ പോകുന്നത്? ഞാൻ പറഞ്ഞല്ലോ, KC രാമേന്ദ്രൻ 1081 ദിവസമാണ് പരോള്, അണ്ണൻ ഷിജിത്ത് 1068 ദിവസമാണ്, മുഹമ്മദ് ഷാഫി 640 ദിവസമാണ്. ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയ്ക്കാണ്. എന്ന് വെച്ചാൽ ഇവർക്കൊന്നും ജയിൽ ചാടേണ്ട ഒരു ആവശ്യം ഇല്ല. ഇവർ ജയിലിലേക്കാണ് പരോള് കിട്ടി പോകുന്നത്. ബാക്കിയുള്ള സമയം മുഴുവൻ ഇവർ നല്ല സുരക്ഷിതരായി സന്തോഷത്തോടെ കഴിയാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കിയ ഗതികേടാണ്. ഇനി ഈ ഗവൺമെന്റ് തിരിച്ചുള്ള കണക്ക് പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ. ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 2 വനിതാ തടവുകാർ ജയിൽ ചാടിയത് അട്ടക്കുളങ്ങര ജയിലിൽ നിന്നാണ് 2019. അപ്പൊ അതിന്റെ സർക്കാർ തിരിച്ചെടുത്ത കണക്കെടുക്കാൻ പോയാൽ ഇനിയും നിങ്ങൾ വേർക്കും എന്നുള്ളതിലുണ്ട്. അതിലേക്ക് പോവാതിരിക്കലാണ് നല്ലത്. ശരി സ്മൃതി, നമുക്ക് സമയം അവസാനിച്ചുകൊണ്ടാണ്. വളരെ നന്ദി ശ്രീമതി KK രമ, ഡോക്ടർ VPP മുസ്തഫ, അഡ്വക്കേറ്റ് ഷിബു മീരാൻ, P ശ്യാംരാജ്, K മുഹമ്മദ് അഷ്റഫ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.